മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവവും കഴിഞ്ഞ് കർണപർവത്തിലെ കർണൻ കൗരവ സൈന്യാധിപനാകുന്നതും യുധിഷ്ഠിരന്റെ പരാക്രമവും കർണന്റെയും ശല്യന്റെയും സംവാദവും പരശുരാമ ശാപകതയും അശ്വത്ഥാമാവിന്റെ ശപഥവും ശ്രീകൃഷ്ണന്റെ ഉപദേശവും ദുശാസനന്റെ വധവും കർണാർജുന യുദ്ധവും ഒടുക്കം കർണന്റെ വധം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കർണപർവത്തിൽ നോക്കിക്കണ്ടിരുന്നത്. അതോടുകൂടി കർണപർവം സമാപിച്ചിരുന്നു. ഇനി മഹാഭാരതത്തിലെ അടുത്ത പർവമാണ് ശല്യപർവം തുടരുന്നു. കർണന്റെ മരണത്തോടുകൂടി കൗരവ സൈന്യം അനാഥമായി. ഛിന്ന ഭിന്നമായ സൈന്യങ്ങളെ തടുത്തുകൂട്ടി പാണ്ഡവന്മാരോട് ഏറ്റുമുട്ടുവാനുള്ള ശ്രമം ദുര്യോധനൻ നടത്തിയെങ്കിലും അത് ഫലിച്ചില്ല. എല്ലാവരും കൈനിലകളിലേക്കെത്തി. വൈകിട്ടത്തെ നിത്യകർമ്മങ്ങളും ആഹാരവും മറ്റും കഴിച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ചുകൂടി. അവർ നിരാശരും മ്ലാനവതരരുമായിരുന്നു. കർണന്റെ മരണത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. 13 അക്ഷൗഹിണി ഉണ്ടായിരുന്ന കൗരവപ്പടയുടെ സിംഹഭാഗവും നശിച്ചു. ശേഷിച്ചവയെ കൊണ്ട് എങ്ങനെയാണ് ഭീമനോടും അർജുനനോടും നേരിടുക? പാണ്ഡവരെ ജയിക്കുവാൻ കഴിയുകയില്ലെന്ന് എല്ലാവർക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ നിലയ്ക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നറിയാതെ എല്ലാവരും മൗനമായിട്ടേ ഇരുന്നുള്ളൂ. അവസാനം കൃപാചാര്യനാണ് മൗനം ഭഞ്ജിച്ചത്. അദ്ദേഹം പറഞ്ഞു, മഹാമയനായിരുന്നു നമ്മുടെ നട്ടെല്ല്. അദ്ദേഹം തളർന്ന് ശരശയ്യയിൽ കിടക്കുന്നു. ദ്രോണനും കർണനുമായിരുന്നു പിന്നീട് നമുക്ക് ആശ്രയം. അവരും മരിച്ചു. നമ്മുടെ അനവധി രതിശ്രേഷ്ഠന്മാർ കൊല്ലപ്പെട്ടു. എല്ലാ മഹാരഥന്മാരും ജീവിച്ചിരുന്ന കാലത്തും നമുക്ക് അർജുനനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. ഇനിയും നാം അർജുനനെ കൊല്ലാമെന്ന മോഹം വെച്ച് പുലർത്തേണ്ടതില്ല. അവൻ നമ്മളെ കൊല്ലാനാണ് സാധ്യത. സഭയിൽ ഭീമസേനൻ ചെയ്ത ശപഥം നിറവേറ്റി. അവൻ നിന്റെ അനുജനെ കൊന്ന് രക്തം പാനം ചെയ്തു. ബാക്കിയുള്ള ശപഥവും അവൻ നിറവേറ്റും. യുദ്ധം ക്ഷത്രിയർക്ക് അനിവാര്യമാണ്. യുദ്ധം കൊണ്ടാണ് ക്ഷത്രിയൻ കാര്യം നടത്തേണ്ടത്. എന്നാൽ താൻ ശത്രുവിനേക്കാൾ ബലവാനാണെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യൂ എന്നും തുല്യ ബലശാലികളാണെങ്കിൽ പോലും യുദ്ധം ഒഴിവാക്കണമെന്നും ക്ഷീണിതനാണെങ്കിൽ ശത്രുവിനോട് സന്ധി ചെയ്യണമെന്നുമാണ് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രത്തിൽ പറയുന്നത്. നാം ഇപ്പോൾ ദുർബലരായിരിക്കുകയാണ്. ശത്രുക്കളാണെങ്കിൽ പ്രബലന്മാരാണ്. ആ നിലയ്ക്ക് പാണ്ഡവന്മാരോട് നാം സന്ധി ചെയ്യുന്നതാണ് നല്ലത്. പാണ്ഡവർ വിജയികളായി നിൽക്കുമ്പോൾ സന്ധിക്ക് സമ്മതിക്കുമോ എന്ന് സംശയിക്കേണ്ടതില്ല. ധൃതരാഷ്ട്രൻ എപ്പോഴും എന്തു പറഞ്ഞാലും യുധിഷ്ഠിരൻ കേൾക്കും. യുധിഷ്ഠിരന്റെ ആജ്ഞയെ അവന്റെ ഭ്രാതാക്കളെല്ലാം അനുസരിക്കുകയും ചെയ്യും. അതിനാൽ ഇനിയെങ്കിലും അവരുമായി സന്ധി ചെയ്ത് അങ്ങയെയും അങ്ങയുടെ വംശത്തെയും രക്ഷിക്കുകയാണെന്ന് അതാണ് ഉചിതമായ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുർബന്റെ ഉപദേശം ദുര്യോധനന്റെ മനസ്സിൽ തട്ടിയതേയില്ല. അവന്റെ ചിന്ത മറ്റൊരു വഴിക്കായിരുന്നു. അവൻ കുറച്ചു നേരം മൗനമായിരുന്നു. അതിനുശേഷം ചുടുനെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ആചാര്യ, അങ്ങ് എനിക്ക് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിച്ച് പോരാടി. അങ്ങയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. സുഹൃത്ത് എന്ന നിലയിൽ അങ്ങ് പറയേണ്ട വാക്കുകളാണിപ്പോൾ പറഞ്ഞത്. എന്നാൽ എനിക്കത് നിശേഷം സ്വീകാര്യമല്ല. പാണ്ഡവന്മാരെ കള്ളച്ചൂതിൽ ജയിച്ച് നാട്ടിൽ നിന്ന് ഓടിച്ചതാണ്. അവരുടെ പത്നിയെ സഭാതലത്തിൽ കൊണ്ടുവന്ന് വളരെയേറെ അപമാനിച്ചു. ദൂതന് വന്ന കൃഷ്ണനെ അധിക്ഷേപിച്ചാണ് മടക്കി അയച്ചത്. അങ്ങനെ ധാരാളം കുറ്റം ചെയ്തവരാണ് കൗരവർ. അഭിമന്യുവിന്റെ വധം അർജുനന് പൊറുക്കാനാവുന്നതല്ല. ഭീമൻ തീക്ഷ്ണനാണ്, മഹാബലനുമാണ്. അവൻ ഉഗ്രമായ സത്യം ചെയ്തിട്ടുണ്ട്. അവൻ ഒടിയുകയല്ലാതെ വളയുകയില്ല. എന്നോട് ഇവർക്ക് വൈര്യം വർദ്ധിച്ചാളിക്കത്തുകയാണ്. ഒരു വിധത്തിലും കെടുന്നതല്ല. അഭിമാനം നഷ്ടപ്പെടുത്താതെ ഞാൻ എങ്ങനെ അവരുമായി സന്ധിയിലുണ്ടാകും? ആഴി ചൂടുന്ന ഈ ഊഴിയെല്ലാം അനുഭവിച്ചവനാണ് ഞാൻ. മന്നവന്മാർക്കൊക്കെ ഉപരിയായി ആർക്കനെ പോലെ പ്രശോഭിച്ചിരുന്ന ഞാൻ എന്നെ ധർമ്മപുത്രദാസനായി ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ പല യജ്ഞങ്ങൾ ചെയ്തു. ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു. ആഗ്രഹങ്ങൾ നിറവേറ്റി. ശത്രുക്കളുടെ ശിരസിൽ നിന്ന് ഭൃത്യന്മാരെ പോറ്റി. ദീനജനങ്ങളെ സഹായിച്ചു. പരരാഷ്ട്രങ്ങളെ ജയിച്ചു. സ്വരാഷ്ട്രം കാത്ത് എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചു. ശാശ്വതമായ സുഖം ലോകത്തിലില്ല. രാജ്യമെങ്ങ്, കീർത്തിയെങ്ങ്. ഇന്ന് കീർത്തിയാണ് പുലർത്തേണ്ടത്. പോരിലല്ലാതെ അതിന് സാധ്യമല്ല. ക്ഷത്രിയൻ വീട്ടിലിരുന്ന് ചാകുന്നത് അപലപനീയമാണ്. ഗ്രഹത്തിൽ മെത്തയിൽ കിടന്ന് ചാകുന്നത് ഏറ്റവും അധർമ്മമാണ്. പോരിൽ മരിക്കുന്ന പുരുഷൻ മഹായജ്ഞങ്ങൾ ചെയ്ത് മഹാമഹിമ നേടും. ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യനും കർണദുശാസനന്മാരും ജയദ്രഥനും മറ്റും പോയ വീരമാർഗം പിന്തുടരുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
വൈശ്യന്മാർക്കും സോദരന്മാർക്കും പിതാമഹന്മാർക്കും ഞാൻ നാശം വരുത്തി വെച്ചു. ഇനി ഞാൻ സന്ധി മുഖേന എൻ്റെ ജീവനെ കാക്കുവാൻ ശ്രമിച്ചാൽ ജനങ്ങൾ എന്നെ നിന്ദിക്കും. ബന്ധുമിത്രാദികളില്ലാതെ പാണ്ഡവരെ കൈകൂപ്പിയിട്ട് ലഭിക്കുന്ന രാജ്യം എനിക്കെന്തിനാണ്? ആകയാൽ ഞാൻ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. മറ്റൊന്നും ഞാൻ ചെയ്യുകയുമില്ല. ദുര്യോധനന്റെ വാക്കുകൾ കേട്ടിരുന്ന ക്ഷത്രിയരൊക്കെ അവൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തലകുലുക്കി സമ്മതിച്ചു. അവർ അവനെ അങ്ങേയറ്റം പ്രശംസിച്ചു. അവരുടെ പ്രശംസ കേട്ടപ്പോൾ ദുര്യോധനന്റെ ആവേശം അധികരിച്ചു. യുദ്ധം തുടർന്നുകൊണ്ട് പോകുവാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു. ദുര്യോധനൻ അശ്വത്ഥാമാവിനെ സമീപിച്ച് സേനാനായകൻ ആരായിരിക്കണമെന്നതിനെപ്പറ്റി ആലോചിച്ചു. അശ്വത്ഥാമാവായ ദ്രൗണി പറഞ്ഞു, ദുര്യോധന, കുലം, ശ്രീ, തേജസ്, വീര്യം, സൽകീർത്തി എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും ചേർന്നവനാണ് ശല്യൻ. അദ്ദേഹം തൻ്റെ ഭാഗിനിയന്മാരെ വിട്ട് നമ്മളോട് ചേർന്ന കൃതജ്ഞനാണ്. അദ്ദേഹമായിരിക്കട്ടെ നമ്മുടെ അടുത്ത സേനാനായകൻ. എല്ലാവർക്കും അശ്വത്ഥാമാവിൻ്റെ അഭിപ്രായം സ്വീകാര്യമായി. അവർ ശല്യന്റെ ചുറ്റും നിന്ന് ജയ് ജയ് ശല്യൻ എന്ന് ആർപ്പ് വിളിച്ചു. ഹർഷോന്മാദത്തോടെ ശല്യൻ പറഞ്ഞു, ഹേ രാജാവേ, എൻ്റെ ജീവനും നാടും ധനവും ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. ഉടൻ തന്നെ ശല്യനെ സേനാനായകനാക്കി അഭിഷേകം ചെയ്തു. വാദ്യങ്ങൾ കൊട്ടി ആഘോഷിച്ചു. എല്ലാവരും മാദ്രാധിപനെ വാനോളം പുകഴ്ത്തി. ശല്യൻ അഭിമാനം കൊണ്ട് പുളകിത ഗാത്രനായി. കൗരവ സേനാധിപതനാക്കി വാഴിക്കപ്പെട്ട താൻ ഇതുവരെയുള്ള സേനാനായകന്മാരെക്കാൾ കേമനാണെന്ന് വിശ്വസിച്ച അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ പാണ്ഡവ പാഞ്ചാലരെയെല്ലാം കുന്നുമുടിക്കും. ഭീഷ്മരേക്കാളും ദ്രോണനേക്കാളും കർണനേക്കാളും മേലെ ഞാൻ പൊരുതുന്നതാണ്. നിന്റെ പ്രിയത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പോരാട്ടം കണ്ടുകൊള്ളുക. എല്ലാവരും സംതൃപ്തരായി. ശല്യന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസത്തെ യുദ്ധം വിജയിക്കുമെന്ന് അവരെല്ലാവരും വിശ്വസിച്ചു. സൈന്യങ്ങൾ സമാധാനത്തോടെ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. ശല്യനെ സേനാനായകനാക്കിയ വിവരം ധർമ്മപുത്രൻ അറിഞ്ഞു. അദ്ദേഹം കൃഷ്ണനോട് അതേപ്പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ശല്യനെ അഭിമുഖീകരിക്കേണ്ടതെന്ന് ആരാഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിരാ, പോരിൽ ഭീഷ്മദ്രോണ കർണാദികളെ പോലെ തന്നെ ശ്രേഷ്ഠനാണ് ശല്യനും. അവൻ സിംഹപരാക്രമിയാണ്, അജയ്യനുമാണ്. അങ്ങയ്ക്ക് അവനെ കൊല്ലുവാൻ കഴിയും. ഇത് തൻ്റെ മാതുലനാണെന്നുള്ള ചിന്ത ഭവാൻ ഉണ്ടാകരുത്. അങ്ങയ്ക്കുള്ള തപോവീര്യവും ക്ഷാത്രശക്തിയും പ്രകടിപ്പിച്ച് ഈ രതിവീരനെ അങ്ങ് തന്നെ സംഹരിക്കണം. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ശിബിരത്തിലേക്ക് മടങ്ങിപ്പോയി. കൃഷ്ണൻ പറഞ്ഞ ഓരോ വാക്കുകളെ പറ്റിയും യുധിഷ്ഠിരൻ ആലോചിച്ചു. നാളത്തെ യുദ്ധത്തിൽ താൻ തന്നെ ശല്യനെ കൊല്ലുവാൻ ശ്രമിക്കുമെന്ന് ഉറച്ചു. കർണൻ മരിച്ചതിൽ അത്യധികം സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്തു. അദ്ദേഹം അന്നേ ദിവസം രാത്രിയിൽ സുഖമായിയാണ് ഉറങ്ങിയത്. യുദ്ധത്തിന്റെ 18-ാം ദിവസമാണ്. കൗരവ സൈന്യം പ്രഭാതത്തിൽ തന്നെ പടക്കളത്തിലേക്ക് പോകുവാൻ സന്നദ്ധരായി. അങ്ങനെ യുദ്ധത്തിന്റെ 18-ാം ദിവസം പിറക്കുകയാണ്. ശല്യൻ മുന്നിലും അദ്ദേഹത്തിന്റെ ഇരുപാർശ്വങ്ങളിലുമായി കൃപനും കൃതവർമാവും, പിന്നിൽ അശ്വത്ഥാമാവും, മധ്യത്തിൽ ദുര്യോധനനും, 4 ഭാഗങ്ങളിലും സൈന്യങ്ങളും എന്നീ നിലയിൽ അവർ പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും ആർത്തു വിളിച്ചു. ഭേരീനാദത്തോടും ശംഖുനാദത്തോടും കൂടിയാണ് നീങ്ങിയത്. സർവ്വതവും ഭദ്രം എന്നറിയപ്പെടുന്ന വ്യൂഹമാണ് ശല്യൻ ചമച്ചത്. കഴിഞ്ഞ 17 ദിവസത്തെ യുദ്ധത്തിൽ മിക്കവാറും പരാജിതരായ കൗരവരെ ഇന്ന് ഉന്മൂലന നാശം വരുത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഉത്സാഹഭരിതരായിട്ടാണ് പാണ്ഡവർ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടത്. അവർ അവിടെ എത്തി വേണ്ട തരത്തിൽ വ്യൂഹം ചമച്ച് ഏറ്റുമുട്ടലിന് തയ്യാറായി. യുധിഷ്ഠിരൻ ശല്യനോടും ഭീമസേനൻ കൃപനോടും നകുല സഹദേവന്മാർ ശകുനിയോടും ഉലൂകനോടും അർജുനൻ ശേഷിച്ച സംശക്തകന്മാരോടും പൊരുതുവാൻ തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, ശിഖണ്ഡി, പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവർ മറ്റു കൗരവ പ്രമുഖവരോടും പോരാടി. എല്ലാവരും ഉഗ്രമായി ശസ്ത്രങ്ങൾ വർഷിച്ചു. ഇരുഭാഗത്തും ധാരാളം ഭടന്മാരും അശ്വങ്ങളും ആനകളും മറ്റും ചത്തുവീഴുകയും ചെയ്തു. കൗരവപ്പട കഴിഞ്ഞ ദിവസങ്ങളിലായി മിക്കവാറും നശിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ഉത്സാഹത്തിനോ വാശിക്കോ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവർ ആവേശത്തോടെ തന്നെ പോരാടി. എന്നാൽ അർജുനന്റെയും ഭീമന്റെയും ബാണങ്ങൾ പോർക്കളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ എത്തിക്കൊണ്ടിരുന്നതിനാൽ ശവങ്ങൾ കുന്നുകുന്നായി കൂടുവാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ കർണന്റെ 3 പുത്രന്മാർ നകുലനോട് ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധത്തിൽ ഇരുകൂട്ടരും മേഘപ്പാളികളിൽ നിന്ന് ജലം വർഷിക്കുന്നതുപോലെ അസ്ത്രങ്ങൾ വർഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കർണപുത്രനായ ചിത്രസേനൻ നകുലന്റെ വില്ലു മുറിച്ചു. മറ്റൊരു വില്ലെടുക്കുന്നതിന് മുമ്പായി തന്നെ സൂതനെയും കുതിരകളെയും കൊന്നു. 3 ശരങ്ങൾ നകുലന്റെ നെറ്റിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വർദ്ധിച്ച ശൗര്യത്തോടെ നകുലൻ വാളും പരിചയമെടുത്ത് തേരിൽ നിന്ന് താഴേക്ക് ചാടി. ചിത്രസേനൻ അപ്പോഴും നകുലന്റെ മേൽ ബാണങ്ങൾ ചുരിഞ്ഞുകൊണ്ടേയിരുന്നു.
എന്നാൽ തൻ്റെ പരിച കൊണ്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് നകുലൻ മിന്നൽ വേഗത്തിൽ ചിത്രസേനന്റെ തേരിൽ ചാടിക്കയറി. ശല്യൻ ഉൾപ്പെടെ എല്ലാ കൗരവരും നോക്കി നിൽക്കെ നകുലൻ ചിത്രസേനന്റെ കണ്ടം മുറിച്ചു. ചിത്രസേനൻ വധിക്കപ്പെട്ടപ്പോൾ അവന്റെ 2 സഹോദരന്മാരായ സത്യസേനനും സുഷേണനും നകുലനെ വളഞ്ഞ് ശരങ്ങൾ കൊണ്ട് മൂടി. അവർ നകുലന്റെ തേര് തകർക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചു. നകുലൻ 4 അമ്പുകളയച്ച് ചിത്രസേനന്റെ 4 ഹയങ്ങളെയും കൊന്നു. അവന്റെ വില്ലും മുറിച്ചു. അവൻ മറ്റൊരു തേരിൽ കയറി നകുലനോട് എതിർത്തു. അല്പം കഴിഞ്ഞപ്പോൾ സുഷേണൻ പാണ്ഡുപുത്രന്റെ വില്ലു മുറിച്ചു. അപ്പോൾ നകുലൻ മറ്റൊരു വില്ലെടുത്ത് സുഷേണന്റെ മേൽ 5 ബാണങ്ങൾ എയ്തു. ഒരമ്പ് കൊണ്ട് കേതുവും കണ്ടിച്ചു. പിന്നെ സത്യസേനന്റെ വില്ലും കയ്യുറയും അറുത്തു. ഇത് കണ്ട പാണ്ഡവപ്പട ആർത്തു വിളിച്ചു. എന്നാൽ സത്യസേനൻ ഒട്ടും കൂസാതെ യുദ്ധം തുടർന്നു. അവൻ നകുലന്റെ വില്ല് തകർത്തു. ഉടൻ നകുലൻ ശക്തിവേലെടുത്ത് പ്രതിയോഗികളുടെ നേർക്ക് പ്രയോഗിച്ചു. കൂർത്തുമൂർത്ത് നാവ് നീട്ടുന്ന വിഷം കൂടിയ നാഗത്തെ പോലെയുള്ള ആ വേൽ സത്യസേനന്റെ മാറിൽ തറച്ച് അവന്റെ ഹൃദയം പിളർന്നു. അവൻ തേർത്തട്ടിൽ നിന്ന് മരിച്ച് താഴത്തേക്ക് വീണു. സത്യസേനന്റെ വധം സുഷേണനെ കൂടുതൽ ചൊടിപ്പിച്ചു. അവൻ ക്രോധത്തോടെ എയ്ത അമ്പുകൾ കൊണ്ട് നകുലന്റെ സൂതനും കുതിരകളും മരിച്ചു വീണു. തേരും തവിടുപൊടിയാക്കി. നകുലൻ വിരദ്ധനായി നിൽക്കുന്നത് ദൂരെ നിന്ന് കണ്ട അവന്റെ പുത്രൻ സൂതസേനൻ തേരുമായി ഓടിയെത്തി അച്ഛനെ തേരിൽ കയറ്റി. നകുലന്റെ ശൗര്യൻ 10 മടങ്ങ് വർദ്ധിച്ചു. അവൻ മറ്റൊരു വില്ലെടുത്ത് സുഷേണനുമായി പോരാടി. 2 പേരും ഏതാനും സമയം ഉഗ്രമായി പോരാടി. അവസാനം നകുലൻ മുനകൂർത്ത് വിളങ്ങുന്ന ആർദ്രചന്ദ്രമെടുത്ത് കർണപുത്രന്റെ നേർ കയച്ചു. സുഷേണന്റെ തല അരിഞ്ഞു വീണു. കർണന്റെ 3 പുത്രന്മാരെ നകുലൻ വധിച്ചപ്പോൾ കൗരവപ്പട പരിഭ്രമിച്ച് ഓടുവാൻ തുടങ്ങി. ശല്യൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ വെച്ച് തന്നെ 3 കർണപുത്രന്മാർ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് രോഷം ആളിക്കത്തി. ഓടിപ്പോകുവാൻ തുടങ്ങിയ സൈന്യത്തെ തടുത്തു നിർത്തി ഏറ്റുമുട്ടുവാൻ പ്രേരിപ്പിക്കുകയും ശല്യൻ തന്നെ സൈന്യങ്ങളുടെ മുൻപന്തിയിൽ പാണ്ഡവ സൈന്യത്തോട് പോരാടുകയും ചെയ്തു. ശല്യൻ ആദ്യമായി ധർമ്മജനോടാണ് ഏറ്റുമുട്ടിയത്. അവരിരുവരും കൂടി ഉഗ്രമായി യുദ്ധം ആരംഭിച്ചപ്പോഴേക്കും ഭീമനും സാത്വികയും മാതൃസൂതന്മാരും ധർമ്മപുത്രന്റെ സഹായത്തിനെത്തി. എന്നാൽ ശല്യൻ അവരോടൊക്കെ ഒരേ തരത്തിൽ അക്ഷീണനായി എതിർത്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ സഹായത്തിനായി കൃപനും കൃതവർമാവും എത്തുകയും ചെയ്തു. കൃതവർമാവ് ഭീമന്റെ അശ്വങ്ങളെ വധിച്ചു. ഹതാശ്വനായ ഭീമൻ തേരിൽ നിന്നിറങ്ങി ദണ്ഡ് ധരിച്ച യമനെ പോലെ കൗരവപ്പടയെ തകർക്കുവാൻ തുടങ്ങി. അവൻ മിന്നുന്ന ഗദയുമായി ശല്യന്റെ നേരെ ചെന്ന് ശല്യന്റെ 4 കുതിരകളെയും അടിച്ചു കൊന്നു. അപ്പോൾ ശല്യൻ ഭീമന്റെ നേരെ തോമാരം പ്രയോഗിച്ചു. അത് ഭീമന്റെ ചട്ട പൊട്ടിച്ച് മാറിൽ കൊള്ളുകയും ചെയ്തു. പക്ഷേ ഭീമൻ അതിലൊട്ടും കൂസാതെ ഈ തോമരം വലിച്ചെറിഞ്ഞ് ശല്യന്റെ സൂതന്റെ നേർക്ക് പ്രയോഗിച്ചു. ചട്ട തകർന്ന് മാറിൽ തുളച്ചു കയറിയ തോമരം സൂതന്റെ ജീവൻ ഒടുക്കി. ഇത് കണ്ടപ്പോൾ ശല്യൻ ഗദയും എടുത്തുകൊണ്ട് തേരിൽ നിന്ന് താഴേക്ക് ചാടി ഭീമനോടേറ്റു. ഭീമനും ശല്യനും കൂടി നടത്തിയ ഗദായുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഇരുവിഭാഗം സൈന്യങ്ങളും സിംഹനാദം മുഴക്കി. ശംഖു വിളിച്ചും പെരുമ്പറ കൊട്ടിയും ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചു. 2 പക്ഷത്തു നിന്നും ബേഷ് ബേഷ് എന്ന് പറഞ്ഞ് കരഘോഷം മുഴങ്ങി. ശല്യനും ഭീമനും വൃക്ഷങ്ങളെപ്പോലെ ചീറി. ശല്യന്റെ ഗദ അഗ്നിജാല ചൂടുന്നത് പോലെയായി. മിന്നൽ പിണർ പോലെ ഇരുഗതകളിൽ നിന്നും തീപ്പൊരി ചിതറി. ഇടയ്ക്കിടയ്ക്ക് ഇരുവരുടെയും ശരീരത്തിൽ ഗദാപ്രയോഗമേറ്റു. 2 പേരുടെയും ശരീരത്തിൽ നിന്ന് രക്തം പ്രവഹിച്ചു. എന്നിട്ടും 2 പേരും പാറ പോലെ ഉറച്ചു നിന്ന് പോരാട്ടം തുടർന്നു. അവരുടെ ഗദാപ്രഹരമേറ്റ് ശബ്ദത്തിന്റെ ഇടിവെട്ടുന്നത് പോലെ ദിഗന്ധങ്ങളിൽ മാറ്റലുകും. ഏറെ നേരത്തെ ഗദായുദ്ധത്തിന്റെ അവസാനം പരസ്പരം അടിയേറ്റ് അവർ ഒപ്പം മോഹാലസ്യപ്പെട്ടു വീണു. ഇത് കണ്ട കൃപൻ പെട്ടെന്ന് വന്ന് ശല്യനെ തേരിലേറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭീമൻ പെട്ടെന്ന് മോഹാലസ്യം വിട്ട് ചാടി എണീറ്റു. മാദ്രേശനെ ചുറ്റും തിരഞ്ഞു. എങ്ങും കാണാതെ വന്നപ്പോൾ വാശിയോടെ കൗരവസേനയുടെ മധ്യത്തിലേക്ക് കയറി ഭടന്മാരെ അടിച്ചു കൊല്ലുവാൻ തുടങ്ങി. ഇത് കണ്ട് ദുര്യോധനൻ ഭീമനോട് എതിർക്കുവാൻ ഓടിയെത്തി. അപ്പോൾ ചേകീദാനൻ അവനെ തടഞ്ഞു. ദുര്യോധനൻ അവന്റെ നേരെ മൂർച്ചയേറിയ ഒരു കുന്തം പ്രയോഗിച്ചു. ചേകീദാനൻ അതേറ്റ് തേർത്തട്ടിൽ ചോര ചാടി മരിച്ചു വീണു. ഈ സമയത്ത് പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് അർജുനനും അശ്വത്ഥാമാവും കൂടി ഏറ്റുമുട്ടി. ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അശ്വത്ഥാമാവ് ത്രികർത്തന്മാരുടെ സഹായത്വവും ഉണ്ടായിരുന്നു. ദ്രൗഡി അയച്ച അമ്പുകൾ കൊണ്ട് അർജുനന്റെ തേർത്തട്ട് നിറഞ്ഞു. എന്നാൽ അർജുനൻ അശേഷം കുലുങ്ങിയില്ല. നിശിതങ്ങളായ ശരങ്ങളെ ദ്രൗണിയുടെ കൗരവസേനയുടെ നേരെ വർഷിച്ചു. അർജുനരഥം ഒരു നിമിഷം പോലും നിൽക്കാതെ ചലിച്ചുകൊണ്ടേയിരുന്നു. 4 ഭാഗങ്ങളിലേക്കും ഒരേ സമയം അസ്ത്രങ്ങൾ വർഷിക്കുകയും ചെയ്തു. കൗരവസേനയുടെ തേരുകൾ തകർന്നുകൊണ്ടേയിരുന്നു. ആവനാഴി, കൊടിക്കുറ, കൊടിക്കാലുകൾ, ചമ്മട്ടികൾ എന്നിവയുടെ കൂമ്പാരങ്ങൾ ഭൂമിയിൽ കാണുവാനായി.
ശിരസറ്റ ഉടലുകളും മുറിഞ്ഞ കൈകളും കണങ്കാലുകളും കൂട്ടായി പാർത്ഥന്റെ രഥം പോകുന്ന മാർഗത്തിൽ വീണുകിടക്കുന്നതായി കാണപ്പെട്ടു. തേരാളി വീരരും പുരുഷ വ്യാഘ്രങ്ങളുമായ പാർത്ഥനും ദ്രൗണിയും പരസ്പരം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയും ആ ഒരു പോരാട്ടം രോമാഞ്ചകഞ്ചുകമാകുന്ന വിധത്തിൽ തന്നെയായിരുന്നു. അവർ ശരവർഷം ചൊരിഞ്ഞു. ഏറെ സമയം അവരുടെ പോരാട്ടം സമനിലയിൽ നിന്നു. അപ്പോഴേക്കും അർജുനൻ അശ്വത്ഥാമാവിന്റെ അശ്വങ്ങളെ കൊന്നു. അശ്വങ്ങൾ ചെത്ത തേർത്തട്ടിൽ നിന്ന് ദ്രൗണി പാർത്ഥന്റെ നേരെ ഒരു മുസലം പ്രയോഗിച്ചു. പൊൻതകിട് കെട്ടിച്ച് അത് ഊക്കോടെ അടുക്കുമ്പോൾ അർജുനൻ അതിനെ 7 കഷ്ണങ്ങളാക്കി നുറുക്കി. ഇത് കണ്ടപ്പോൾ ദ്രൗണി ഏറെ ക്ഷുഭിതനായി. അവനുടൻ തന്നെ മല പോലെയുള്ള ഒരു പരിഘം, അതായത് ഇരുമ്പുഗത, പാർത്ഥന്റെ നേരെ എറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അർജുനൻ 5 അമ്പ് ചെയ്ത് അതിനെ 5ആയി നുറുക്കി. ഇത് കണ്ടു നിന്ന കൗരവന്മാരുടെ മനസ്സാകെ പിളർന്നു. കുതിരകൾ ചത്തിട്ടും തേരിൽ നിന്ന് സിംഹതുല്യമായ ശക്തിയോടെ പോരാടുന്ന അശ്വത്ഥാമാവിന്റെ നേരെ ദ്രുപദ രാജാവിന്റെ ഒരു പുത്രനായ സുരഥൻ ആക്രമണം നടത്തി. തീനാളങ്ങൾ പോലെയുള്ള അനവധി ബാണങ്ങൾ അവൻ ദ്രൗണിയുടെ മേൽ ചുരിഞ്ഞു. അതിലൊരെണ്ണം ദ്രൗണിയുടെ ശരീരത്തിലും കൊണ്ടു. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ചുരിച്ച ദ്രൗണി ഒരു കൂർത്ത നാരായമെടുത്ത് സുരഥനെ ലാക്കാക്കി ചെയ്തു. യമദണ്ഡം പോലെയുള്ള ഈ നാരായം സുരഥന്റെ നെഞ്ചു പിളർന്നു കയറി. സുരഥൻ മരിച്ചു വീണു. പോർക്കളത്തിൽ എല്ലായിടത്തും പൊരിഞ്ഞ യുദ്ധം നടക്കുന്നുണ്ട്. ശല്യൻ പടക്കളത്തിലെല്ലാം ചുറ്റിക്കറങ്ങി നേതൃത്വം കൊടുക്കുകയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണാർജുനന്മാർ കൃപനെയും കൃതവർമാവിനെയും കണക്കിന് വിഷമിപ്പിച്ചു. ശകുനി സഹദേവനോട് ഏറ്റുമുട്ടി. ശിഖണ്ഡി അശ്വത്ഥാമാവുമായി പോരാടി. ദുര്യോധനുമായി പോരാടുവാനാണ് ഭീമൻ ഒരുമ്പിട്ടത്. തലേ ദിവസം രാത്രി തനിക്ക് ശല്യനെ വധിക്കുവാൻ കഴിയുമെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുതൽ യുധിഷ്ഠിരന്റെ മനസ്സിൽ അതേ ചിന്ത തന്നെയാണ്. 17 ദിവസത്തെ യുദ്ധത്തിൽ തന്റെ സഹോദരന്മാരെല്ലാം പല വീരകൃത്യങ്ങൾ ചെയ്യുകയും പല കൗരവ പ്രമുഖരെയും വധിക്കുകയും ചെയ്തു. ഇന്ന് തനിക്കും അതുപോലെ ഒരു കൃത്യം ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ശല്യനെ തന്നെ കൊല്ലാം. ഇപ്രകാരം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് യുധിഷ്ഠിരൻ ഭ്രാതാക്കളെയും കൃഷ്ണനെയും വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ പൗരുഷം യഥോചിതം കാണിച്ചു. ഇനിയും എനിക്കൊരു ഭാഗം നിർവഹിക്കേണ്ടതുണ്ട്. മഹാരഥനായ ശല്യനെ എനിക്ക് സംഹരിക്കണം. സാത്വികേന്റെ വലൻ ചക്രവും ദൃഷ്ടദ്യുമ്നന്റെ ഇടം ചക്രവും കാക്കണം. പിന്നിൽ കാവലായ അർജുനൻ നിൽക്കണം. ശത്രുഘാതിയായ ഭീമൻ എൻ്റെ മുന്നിൽ നിൽക്കണം. ഞാൻ ക്ഷാത്രധർമ്മത്തെ മുൻനിർത്തി മാതുലനോട് എതിർക്കുകയാണ്. ജയത്തിനോ പരാജയത്തിനോ ഞാൻ രണ്ടിലൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ ശല്യനെ കൊല്ലും, അല്ലെങ്കിൽ ശല്യൻ എന്നെ കൊല്ലും. ഇത് സത്യമാണ്. ശവദാനന്തരം യുധിഷ്ഠിരൻ ഒരു വലിയ തേരിൽ കയറി ധാരാളം ആയുധങ്ങളുമായി ശല്യന്റെ നേരെ നീങ്ങി. മാതരേശനും കാര്യമായ ഒരു സംഘടനത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് മുന്നണിയിലേക്ക് വന്നു. താമസിയാതെ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ ശംഖും പെരുമ്പറങ്ങളും മുഴങ്ങി. പാഞ്ചാലന്മാരും പാണ്ഡവന്മാരും സിംഹനാദം മുഴക്കി. കൗരവരോട് ഏറ്റുമുട്ടി കുരുപ്പുംകുവന്മാർ ഗജകണ്ഠവാരം കൊണ്ടും ഉച്ചത്തിലുള്ള പെരുമ്പറ ശബ്ദം കൊണ്ടും പാരിടം മുഴക്കി. ശല്യ യുധിഷ്ഠിര യുദ്ധം വർണ്ണനാതീതമായിരുന്നു. ശാന്തനും സമാധാനപ്രിയനുമായിരുന്ന യുധിഷ്ഠിരനെ ഇത്രത്തോളം ക്രുദ്ധനായിട്ടോ പരാക്രമിശാലിയായിട്ടോ ഇതിനു മുമ്പ് ആരും തന്നെ കണ്ടിരുന്നില്ല. യുധിഷ്ഠിരന്റെ അതുല്യമായ ആക്രമണം കണ്ടിട്ട് പാണ്ഡവന്മാർ പോലും ആശ്ചര്യപ്പെട്ടു. മാതരേശന്റെ പരാക്രമത്തിന് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. രണ്ടുപേരും പല മാതിരി അമ്പുകൾ പരസ്പരം പ്രയോഗിച്ചു. ദുര്യോധനൻ ധാരാളം സൈന്യങ്ങളെയും കൗരവ പ്രമാണികളെയും ശല്യനെ സഹായിക്കുവാൻ നിയോഗിച്ചു. ദൃഷ്ടദ്യുമ്നനും സാത്വികിയും മാതൃപുത്രന്മാർ അവരോടേറ്റ നല്ല കണക്കിൽ പ്രഹരിക്കുവാൻ തുടങ്ങി. അവൻ ഭീമന്റെ വേൽ കൊണ്ട് ദുര്യോധനന്റെ മാറിൽ പ്രഹരിച്ചു. അതിന്റെ ആഘാതത്താൽ ദുര്യോധനൻ തേരിൽ ഇരുന്നു പോയി. ഈ തക്കത്തിന് ഒരു കത്തിയമ്പെയ്ത് ഭീമൻ ദുര്യോധനന്റെ സൂതനെ കൊന്നു. നിയന്ത്രണം വിട്ട കുതിരകൾ സൈന്യങ്ങൾക്കിടയിലൂടെ പാഞ്ഞു. യുധിഷ്ഠിരൻ പല രഥീന്ദ്രന്മാരെയും വീഴ്ത്തി. ശല്യന്റെ നേർക്ക് അനേകം ബാണങ്ങൾ വർഷിച്ചു. ശല്യൻ ശരവർഷം കൊണ്ട് യുധിഷ്ഠിരനെ മൂടി. യുധിഷ്ഠിരന്റെ വില്ലു മുറിച്ചു. യുധിഷ്ഠിരൻ ഉടൻ തന്നെ 3-6 അമ്പുകളെടുത്ത് ശല്യന്റെ നേർക്ക് അയച്ചു. അവന്റെ 4 കുതിരകളെയും കൊന്നു. ഒരു ഭല്ലം കൊണ്ട് ശല്യന്റെ കുടിമരവും മുറിച്ചു. ശല്യൻ മറ്റൊരു തേരിൽ കയറി യുധിഷ്ഠിരനോട് ഏറ്റു. അവൻ 10 അമ്പുകൾ സാത്വികിയുടെയും 3 അമ്പുകൾ ഭീമന്റെയും 3 അമ്പുകൾ സഹദേവന്റെയും നേർക്ക് ചെയ്തു. യുധിഷ്ഠിരനെയും കഠിനമായി പീഡിപ്പിച്ചു. തേര്, ആന, അശ്വങ്ങൾ ഇവയോടുകൂടി മറ്റു വില്ലാളികളെയും ശസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കൊല്ലുകയും ചെയ്തു. യുധിഷ്ഠിരൻ ഒട്ടും പരിഭ്രമിക്കാതെ ശല്യനെ ലാക്കാക്കി അമ്പുകളെയ്തു. ഒരമ്പ് കൊണ്ട് ശല്യൻ ബോധഹീനനായി. എന്നാൽ പെട്ടെന്ന് അവൻ ബോധം വീണ്ടെടുത്തു. യുധിഷ്ഠിരന്റെ മേൽ 100 ബാണങ്ങളെയ്തു. യുധിഷ്ഠിരൻ അതെല്ലാം തടഞ്ഞിട്ട് ശല്യന്റെ മേൽ 9 അമ്പുകൾ വിട്ട് അവന്റെ ഉരസ്തടം കീറി.
ക്രുദ്ധനായ ശല്യൻ കാതുവരെ വില്ലുവലിച്ച് 2 കത്തിയമ്പുകൾ യുധിഷ്ഠിരന്റെ മേൽക്ക് ചാപം മുറിക്കുവാനായി എയ്തു. അത് ചാപം മുറിക്കുക തന്നെ ചെയ്തു. അവന്റെ 4 കുതിരകളെയും കൊന്ന് സൂതനെയും വധിച്ചു. നിശ്ചലമായ തേരിൽ നിന്നുകൊണ്ട് യുധിഷ്ഠിരൻ പിന്നെയും അമ്പുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അടുത്തുണ്ടായിരുന്ന ഭീമൻ 2 അമ്പുകൾ അയച്ച് ശല്യന്റെ വില്ല് 2 തുണ്ടമാക്കി. 2 അമ്പുകൊണ്ട് ശല്യനെയും പ്രഹരിച്ചു. പിന്നെയും അമ്പുകൾ ചെയ്ത് ശല്യന്റെ സൂതനെയും കുതിരകളെയും കൊന്നു. ശല്യൻ തേരിൽ നിന്ന് വാളും പരിചയമായി താഴത്തേക്ക് ചാടി. സിംഹം മാനിന്റെ നേർക്ക് കുതിക്കുന്നത് പോലെ യുധിഷ്ഠിരന്റെ നേർക്ക് കുതിച്ചു. യുധിഷ്ഠിരൻ സൂതനെയും കുതിരകളും ചത്ത തേരിലിരിക്കുകയാണ്. ശല്യനെ കൊല്ലുവാനുള്ള നേരം സമാഗതമായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉടൻ തന്നെ പൊന്മണിത്തണ്ടുള്ളതും പൊന്നിറം പൂണ്ടതുമായ വേൽ കയ്യിലെടുത്തു. എരിഞ്ഞാടുന്ന കണ്ണ് രണ്ടും തുറിച്ച് മാദ്രേശനെ ക്രോധത്തോടെ നോക്കി. ദുഷ്ടാ, നീ ചത്തു എന്ന് ആക്രോശിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ആ വേല് തന്റെ നേരെ പാഞ്ഞു വരുന്ന ശല്യനെ ലക്ഷ്യമാക്കി ഊക്കോടെ എറിഞ്ഞു. അത് ശല്യന്റെ മാറിൽ തറച്ച് അവന്റെ ഹൃദയം പിളർന്നു. ശല്യന്റെ ഹൃദയത്തിൽ നിന്നും രക്തം ചീറ്റി. അവന്റെ കയ്യിൽ നിന്നും വാൾ തെറിച്ചു വീണു. ശല്യൻ മൃതനായി. കൈകൾ നീട്ടി ഭൂമിയിൽ പതിച്ചു. ശല്യൻ വീണപ്പോൾ യുവാവായ വിചിത്ര കവചൻ എന്ന അവന്റെ അനുജൻ പ്രതികാരച്ചയോടെ ധർമ്മജനോട് ഏറ്റുമുട്ടി. ഗുണങ്ങൾ കൊണ്ടും കഴിവ് കൊണ്ടും അവൻ ശല്യന് തുല്യനായിരുന്നു. അവൻ ധർമ്മപുത്രന്റെ നേർക്ക് അനവരതി ആയുധങ്ങൾ എയ്തു. യുധിഷ്ഠിരൻ ഈ പ്രതികാരേച്ഛുവിന്റെ നാരായങ്ങളെ എല്ലാം ഖണ്ഡിച്ചു വീഴ്ത്തി. അവന്റെ വില്ലും കൊടിയും മുറിച്ചു. മറ്റൊരമ്പ് കൊണ്ട് അവന്റെ തലയും കൊയ്തു വീഴ്ത്തി. യുധിഷ്ഠിരൻ കൃതകൃത്യനായി വിഷമാർത്ഥം പിന്നണിയിലേക്ക് പോവുകയും ചെയ്തു. ശല്യനും സഹോദരനും മരിച്ചപ്പോൾ ഹാ എന്ന് നിലവിളിച്ചുകൊണ്ട് കൗരവ സൈന്യങ്ങൾ പാലായനം ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ സാത്വികി അവരെ വിട്ടില്ല. പിന്നാലെ പാഞ്ഞു ചെന്ന അനവധി അമ്പുകൾ ചെയ്ത് ഒടുവന്നവരിൽ പലരെയും കൊല്ലുകയുണ്ടായി. അപ്പോൾ കൃതവർമാവ് സാത്വികിയോട് ഏറ്റുമുട്ടി. കുറെ നേരം അവർ തമ്മിൽ ശക്തിയായി പോരാടി. സാത്വികി കൃതവർമാവിന്റെ തേരും കുതിരകളും മറ്റും നശിപ്പിച്ചു. ഉടൻ കൃപൻ അവിടെ എത്തി. കൃതവർമാവിനെ തന്റെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും ദുര്യോധനന്റെ വീര്യം നശിച്ചില്ല. ഇനിയും പാണ്ഡവരെ തോൽപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വ്യാമോഹം അവനുണ്ടായിരുന്നു. പിന്തിരിഞ്ഞോടുന്ന തന്റെ സൈന്യങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹേ സൈനികരെ, നിങ്ങൾ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? നാം എല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് വിജയം തീർച്ചയാണ്. ചിന്നിച്ചിതറി ഓടിയാൽ പാണ്ഡവന്മാർ നിങ്ങളെ പിന്തുടർന്നു വന്നു കൊല്ലും. നമുക്ക് നല്ലത് ഉറച്ചു നിൽക്കുകയാണ്. ശൂരനെയും ഭീരുവിനെയും അന്തകൻ വ്യത്യാസം കൂടാതെ കൊല്ലും. അതുകൊണ്ട് പൊരുതാതിരിക്കുന്നത് മൂഢത്വമാണ്. ജയിച്ചാൽ ഇഹത്തിൽ സൗഖ്യം, മരിച്ചാൽ വീരസ്വർഗം. യുദ്ധധർമ്മത്തെക്കാൾ വലിയ സ്വർഗം വേറെ ഒരുത്തുമില്ല. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട രാജാക്കന്മാരും ഭടന്മാരും വീണ്ടും പോരാടുവാൻ തയ്യാറായി. മാദ്രേശ സൈന്യങ്ങൾ തങ്ങളുടെ രാജാവായ ശല്യനെ കൊന്നതിന്റെ പക വീട്ടുവാൻ തയ്യാറായി. എല്ലാവരും കൂടി പാണ്ഡവ സൈന്യങ്ങളുടെ നേരെ ആക്രമണം ആരംഭിച്ചു. അക്കൂട്ടത്തിൽ മ്ലേച്ഛ ഖണ്ഡാനിധിപനായ ശാൽവനും ഉണ്ടായിരുന്നു. അയാൾ ഒരു വലിയ ആനപ്പുറത്തിരുന്നാണ് യുദ്ധം ചെയ്തത്. അഭ്യാസിയായ ശാൽവൻ അതിഭയങ്കരമായി പോരാടി. അവൻ പാണ്ഡവപ്പടയെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരുന്നു. ഇത് കൗരവപ്പടയിൽ ഒരു നവോന്മേഷം പകർന്നു. അവരും പൂർവാധികം ഉണർവോടെ പോരാടുവാൻ തുടങ്ങി. ഇത് കണ്ട് ദൃഷ്ടദ്യുമ്നൻ ശാൽവനോട് ഏറ്റുമുട്ടി. അവർ അന്യോന്യം ശരങ്ങൾ വർഷിച്ച് ഉഗ്രമായി പോരാടി. അക്കൂട്ടത്തിൽ കൂർത്ത 5 നാരായങ്ങൾ ദൃഷ്ടദ്യുമ്നൻ ശാൽവന്റെ ആനയുടെ മസ്തകത്തിൽ എയ്തു കൊള്ളിച്ചു. അപ്പോൾ ആന വിരണ്ടോടുവാൻ ഒരുങ്ങി. എന്നാൽ ശാൽവൻ അതിനെ തട്ടിക്കൊണ്ടും കോൽ കൊണ്ടും നിർത്തി പാഞ്ചാലി രാജാവിന്റെ നേർക്ക് പായിച്ചു. ക്രുദ്ധനായി വരുന്ന ആനയെ കണ്ടപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഗദയുമെടുത്ത് തേരിന് പുറത്തേക്ക് ചാടി. ആന പാഞ്ചാലന്റെ രഥം തകർക്കുകയും സൂതനെയും കുതിരകളെയും ചവിട്ടിയിരച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോഴേക്കും ശിഖണ്ഡിയും ഭീമനും സാത്വികിയും അവിടെ എത്തി. ആന പിന്നെയും തേരുകൾ തകർക്കുകയും അതും മറ്റും ചെയ്തുകൊണ്ടേയിരുന്നു. ദൃഷ്ടദ്യുമ്നൻ ശത്രുഘാതിയായ ഗജത്തിനോട് എതിർത്തു. മല പോലെയുള്ള ആ മത്തേവത്തിന്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. അതോടെ തലയിൽ നിന്ന് രക്തം പ്രവഹിച്ച് ഭൂകമ്പത്തിൽ ഇളകിയ കുന്നുപോലെ ഗജം മറിഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ തന്നെ സാത്വികി ശാൽവനെ ലക്ഷ്യമാക്കി വിട്ട് ഒരു കത്തിയമ്പ് അവന്റെ കണ്ടത്തിൽ കൊള്ളുകയും ശാൽവൻ മരിച്ചു വീഴുകയും ചെയ്തു. ശാൽവനും മരിച്ചു വീണപ്പോൾ കൗരവപ്പട ആകെയും നലഞ്ഞു. ഭടന്മാരിൽ പലരും ഭയപ്പെട്ടു. ഒരു സിംഹഭാഗവും പിന്മാറുവാൻ തന്നെ തുടങ്ങി. ശാൽവവധത്തിൽ അമർഷം കൊണ്ട ഭോജരാജാവായ കൃതവർമാവ് ഉടൻ തന്നെ മുന്നണിയിലേക്ക് എത്തി. അദ്ദേഹം എല്ലാ ഭാഗത്തേക്കും അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. കൃതാസ്ത്രനായ കൃതവർമാവിന്റെ ആക്രമണം പാണ്ഡവപ്പടയെ വിറപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും സാത്വികി വന്ന് കൃതവർമാവിനോട് ഏറ്റുമുട്ടി. അതോടെ അവർ തമ്മിൽ ഘോരമായൊരു യുദ്ധം ആരംഭിച്ചു. അവരെ സഹായിക്കുവാൻ ഇരുഭാഗത്തും പലരും വന്നു ചേർന്നു.
അക്കൂട്ടത്തിൽ ക്ഷേമകീർത്തി എന്ന രാജാവും ഉണ്ടായിരുന്നു. അയാളെ ആദ്യം തന്നെ സാത്വികി കൊന്നു വീഴ്ത്തി. ഇത് കണ്ടപ്പോൾ കൃതവർമാവ് ക്രോധാവിഷ്ടനായി. അദ്ദേഹം കൂരമ്പുകൾ വർഷിച്ച് സാത്വികിയെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ സാത്വികി പരിഭ്രമ ലേശമെന്നേ കൃതവർമാവിനോട് ഏറ്റുമുട്ടി. അല്പം കഴിഞ്ഞപ്പോൾ ഭോജൻ സാത്വികിയുടെ വില്ലു മുറിച്ചു. അദ്ദേഹം മറ്റൊരു വില്ലെടുത്ത് പോരാടി. അധികം താമസിയാതെ കൃതവർമാവിന്റെ തേരുകൾ തകർന്നു. സൂതനെയും കുതിരകളെയും കൊന്നു. കൃതവർമാവിന്റെ ശരീരത്തിൽ പലയിടത്തും അമ്പുകൾ തറച്ചു. പരാഭൂതനായ ഭോജൻ കരാളമായ ശൂലമെടുത്ത് സാത്വികിയുടെ നേർ കഴിച്ചു. പക്ഷേ സാത്വികി അത് 7 കഷ്ണമാക്കി നുറുക്കിക്കളഞ്ഞു. ശത്രുവിന്റെ ബാണവേഗം തടുക്കുവാൻ കഴിയാതെ അവശനായ കൃതവർമാവ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ കൃപാചാര്യൻ വന്ന അദ്ദേഹത്തെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി. വീരപരാക്രമിയായ ഭോജരാജാവിനെ പോലും തോൽപ്പിച്ചോടിച്ചപ്പോൾ കൗരവരുടെ ആശയെല്ലാം അസ്തമിച്ചു. യുദ്ധക്കളത്തിൽ നിന്നാൽ തങ്ങളുടെ ജീവൻ പൊയ്ക്കളയുമോ എന്ന് പോലും അവർ ചിന്തിച്ചു. അവർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. ഓടുന്ന ഭടന്മാരുടെ കാൽച്ചുവട്ടിൽ നിന്നുയർന്ന പൊടിപടലം കൊണ്ട് ആകാശമെല്ലാം മൂടി. ഓടുന്നവരെ തടഞ്ഞു നിർത്തുവാൻ ദുര്യോധനൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല. പടക്കളത്തിലെ ഏകനായി ശേഷിച്ച ദുര്യോധനൻ ആ അവസരത്തിൽ കാണിച്ച ധൈര്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൻ ക്രോധാവിഷ്ടനായി പാണ്ഡവരുടെ നിരയിലേക്ക് ഇരച്ചു കയറി. അത്യന്തം തീക്ഷ്ണങ്ങളായ ബാണങ്ങളെല്ലാം 4 പാടും വർഷിക്കുവാൻ തുടങ്ങി. അവന്റെ ശരപ്രവാഹം പാണ്ഡവപ്പടയെ സാരമായി ബാധിച്ചു. അവർക്ക് കാര്യമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അസംഖ്യം ഭടന്മാർ മരിച്ചു. ധാരാളം തേരുകൾ തകർത്തു. കുതിരകളും മാനകളും അനവധി ചത്തുവീണു. അപ്പോഴേക്കും പാണ്ഡവ നേതാക്കളെല്ലാം ഓടിവന്ന് ദുര്യോധനനെ തടുത്തു. എന്നിട്ടും ദുര്യോധനൻ ഒറ്റയ്ക്ക് നിന്ന് അവരോടെല്ലാം ധീരമായി പോരാടി. കൃപാദികൾ പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ദുര്യോധനനെ കാണുവാനില്ലെന്ന് അവർക്ക് മനസ്സിലായത്. അവർ ദുര്യോധനനെ തേടി പടക്കളത്തിൽ വന്നപ്പോൾ ദുര്യോധനൻ ഏകനായി പാണ്ഡവരോട് പൊരുതുന്നതാണ് കണ്ടത്. അപ്പോൾ അവരും ദുര്യോധനനോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ കൃപനും അശ്വത്ഥാമാവും ശകുനിയും മുലൂകനും മറ്റും ദുര്യോധനനെ സഹായിച്ചു തുടങ്ങി. ഈ വിവരം അറിഞ്ഞപ്പോൾ ഓടിപ്പോയ ഭടന്മാരും തിരിച്ചെത്തി. യുധിഷ്ഠിരനും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലീപുത്രന്മാരും നകുല സഹദേവന്മാരുമൊക്കെ പാണ്ഡവപക്ഷത്തുമുണ്ട്. ഇനിയും നഷ്ടപ്പെടാൻ ബാക്കിയൊന്നുമില്ലെന്നുള്ള നിലയിലാണ് കൗരവരുടെ ചിന്ത. പാണ്ഡവർക്ക് വരുത്താവുന്നത്ര നാശം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അവർ പോരാടി. അണയുവാൻ പോകുന്ന തീ ആളിക്കത്തുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള ശക്തി അവരുടെ ആക്രമണത്തിനുണ്ടായിരുന്നു. തന്മൂലം അവർക്ക് പാണ്ഡവപ്പടയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനും സാധിച്ചു. ഈ അവസരത്തിലാണ് അർജുനൻ അവിടെ എത്തിയത്. അതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയി. അർജുന ബാണങ്ങൾ കൗരവപ്പടയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയത്ത് തന്നെ എത്തിക്കൊണ്ടേയിരുന്നു. തീക്ഷ്ണങ്ങളായ കൂരമ്പുകളേറ്റ് കൗരവപ്പടയിലെ ബാഹുശക്തം ഭടന്മാരും മരിച്ചു വീണു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പോർക്കളം മുഴുവൻ അർജുന ശരങ്ങൾ കൊണ്ടും ശവശരീരങ്ങൾ കൊണ്ടും നിറഞ്ഞു. കൃപനും ദുര്യോധനനും അശ്വത്ഥാമാവും മറ്റും ഭടന്മാർ ഓടിപ്പോകാതെ ഇരിക്കുവാൻ വേണ്ടി ആവുന്നത്ര പരിശ്രമിക്കുന്നു. അവർ പാണ്ഡവരുടെ നേരെ ശരവർഷം നടത്തുകയും ചെയ്തു. എങ്കിലും അർജുനന്റെ അജേയമായ ശരപ്രവാഹത്തിന് മുന്നിൽ കൗരവപ്പടയുടെ എതിർപ്പുകൾ നിഷ്പ്രഭങ്ങളായി. ഈ സമയത്ത് ശേഷിച്ച ആനപ്പടയെ മുഴുവൻ ഒരുമിച്ച് അർജുനന്റെ നേർക്ക് എതിർക്കുവാനാണ് ദുര്യോധനൻ മുതിർന്നത്. വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ആനകൾ അർജുനന്റെ 4 ഭാഗവും വളഞ്ഞു. കൗന്ദേയൻ തന്റെ ഗാണ്ഡീവത്തെ ശരിക്കും പ്രവർത്തിപ്പിച്ചു. ആനകൾ ഓരോന്നായി വീഴുവാൻ തുടങ്ങി. അപ്പോഴേക്ക് ഭീമനും അവിടെ ഓടിയെത്തി. ഭീമൻ ആനകളെ തല്ലിക്കൊല്ലുന്നത് ഒരു വിനോദം പോലെയാണ്. അവന്റെ വലിയ ഗദയുമായി തേരിൽ നിന്ന് ആനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ചാടി. ആനയുടെ മർമ്മം നോക്കിയുള്ള ഭീമന്റെ ഓരോ അടിക്കും ഓരോ ആന ചെരിഞ്ഞു. അധികം താമസിയാതെ ഭീമനും അർജുനനും കൂടി ആനകളെ മുഴുവൻ കൊന്നൊടുക്കി. ദുര്യോധനന്റെ അനുജന്മാരിൽ 14 പേരൊഴികെ ബാക്കിയുള്ളവന്മാരെല്ലാം ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരുന്നു. ദുർമർഷണൻ, ശ്രുതാന്തൻ, ജൈത്രൻ, രവി, ഭൂരിബലൻ, ഹരിഹാവ്, ദുർവിഷഹൻ, ജയൽസേനൻ, സുജാതൻ, ദുർവിമോചകൻ, ദുഷ്പ്രദർശനൻ, മഹാബാഹു, ശ്രുതപർവാവ്, സുദർശനൻ എന്നീ 14 പേരിൽ സുദർശനൻ ഒഴികെ ബാക്കി 13 പേരും ഭീമസേനനെ വളഞ്ഞിരുന്നു. ധാർത്തരാഷ്ട്രന്മാരെ കണ്ടപ്പോൾ ഭീമന്റെ സന്തോഷം വർദ്ധിച്ചു. അവൻ കുതൂഹലചിത്തനായിട്ട് അവരോട് ഏറ്റുമുട്ടി. താമസം വിനാ 13 പേരെയും അവൻ കൊന്നൊടുക്കുകയും ചെയ്തു. അർജുനനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന സംശക്തകരിൽപ്പെട്ട ആളാണ് ത്രിഗർത്തദേശത്തെ രാജാവായിരുന്ന സുശർമാവ്. അവനും ദുര്യോധനനും ജീവനോടെ ശേഷിച്ച ദുര്യോധനന്റെ സഹോദരന്മാർ സുദർശനനും കൂടി ഭീമാർജുനന്മാർക്ക് നേരെ പാഞ്ഞു കയറി. ദൃഷ്ടദ്യുമ്നനും ദുര്യോധനനോട് ഏറ്റുമുട്ടി. സുശർമാവ് അർജുനനോടും സുദർശനൻ ഭീമനോടുമാണ് നേരിട്ടത്.
സുശർമാവ് അർജുനനോട് കുറേ നേരം നിന്ന് പൊരുതിയെങ്കിലും പാർത്ഥൻ അവരെ അനായാസേനെ കൊന്നു വീഴ്ത്തി. 99ാമത്തെ ധാർത്തരാഷ്ട്രനെ മുന്നിൽ കിട്ടിയപ്പോൾ ഭീമൻ അത്യധികം സന്തോഷിച്ചു, ആഹ്ലാദിക്കുകയും ചെയ്തു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ് സുദർശനൻ മരിച്ചു വീണു. ഭീമൻ ആനന്ദനൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, ധാർത്തരാഷ്ട്രന്മാരിൽ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദുര്യോധനെയും ഇന്ന് തന്നെ ഞാൻ കൊല്ലും. അങ്ങനെ കൗരവരോടുള്ള എൻ്റെ പകപോക്കും. മാരുതി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ ശകുനിയും അവൻ്റെ മകൻ ഉലൂകനും കൂടി സഹദേവനോട് പൊരുതിക്കൊണ്ടേയിരുന്നു. സഹദേവനെ സഹായിക്കുവാനായി ധാരാളം യോദ്ധാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ശകുനിയുടെയും പുത്രൻ്റെയും നിശ്ചിതമായ ആക്രമണത്തിൽ അതിൻ്റെ ഫലമായി മാതൃപുത്രൻ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമൻ സഹദേവന്റെ സഹായത്തിനെത്തി. ഉലൂകനാണ് വീറോടും വാശിയോടും കൂടി ഭീമനെ എതിർത്തത്. അപ്പോഴും ശകുനിയും സഹദേവനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ശകുനിയുടെ ഒരു ഭല്ലായുധം സഹദേവന്റെ ശിരസിൽ പതിച്ചു. പ്രജ്ഞയേറ്റ് വീണെങ്കിലും ഭല്ലമേറ്റപ്പോൾ സഹദേവൻ അല്പസമയത്തേക്ക് തളർന്നിരുന്നു പോയി. ഇത് ഭീമനെ കൂടുതൽ ക്രുദ്ധനാക്കി. അവൻ ശകുനിയുടെയും ഉലൂകന്റെയും നേർക്ക് കൊടിയ ബാണങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. ശകുനിയും പുത്രനും ഭീമാസ്ത്രങ്ങളേറ്റ് എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടു. അല്പസമയത്തിനുള്ളിൽ സഹദേവൻ തളർച്ച മാറി എഴുന്നേറ്റു. അവൻ ഉലൂകനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുവാൻ തുടങ്ങി. ശരങ്ങളെ കണക്കില്ലാതെ വർഷിച്ച് അയാളുടെ കൊടി മുറിച്ചിട്ടു. കുതിരകളെയും സൂതനെയും കൊന്നു. അനന്തരം ഒരു കത്തി അമ്പുകൊണ്ട് ഉലൂകന്റെ കണ്ടം മുറിച്ചു. ശകുനി നോക്കി നിൽക്കെ ഉലൂകൻ കഴുത്തെറ്റ് തേരിൽ നിന്ന് മറിഞ്ഞു വീണു. തൻ്റെ പുത്രന്റെ മരണം ശകുനിയെ അത്യന്തം ഖിന്നവും പരവശനുമാക്കി. അവൻ്റെ പിതൃഹൃദയം വിങ്ങിപ്പൊട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പോർക്കളത്തിൽ വെച്ച് പരാവശ്യം കാണിക്കുന്നത് പൗരുഷമല്ലാത്തതുകൊണ്ട് അവൻ അവൻ്റെ മൃദുല വികാരങ്ങളെ നിയന്ത്രിച്ചു. അവന് ക്രോധം വർദ്ധിച്ചു. അവന് പൂർവാധികം വാശിയോടെ സഹദേവനെ എതിർത്തു. ശകുനിയുടെ കഥ അവസാനിക്കുവാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും തോന്നി. ശകുനി സഹദേവന് നേരെ അസംഖ്യം ബാണങ്ങൾ എയ്തു. അവയെല്ലാം തടുത്തുകൊണ്ട് സഹദേവൻ ശകുനിയുടെ നേർക്ക് കഠിനമായ തോതിൽ അസ്ത്രപ്രയോഗം നടത്തി. ശകുനിയുടെ വില്ലു മുറിച്ചു. വില്ലറ്റപ്പോൾ ഗാന്ധാര നൃപൻ തൻ്റെ വാളെടുത്ത് സഹദേവന്റെ നേരെ വീശിയടിച്ചു. സഹദേവൻ ചിരിച്ചുകൊണ്ട് ആ വാൾ രണ്ടായി ഖണ്ഡിച്ചു. ഇത് കണ്ട് ശകുനിയുടെ വലിയൊരു ഗദയെടുത്ത് സഹദേവന്റെ നേർക്കെറിഞ്ഞു. അത് ലക്ഷ്യം തെറ്റി നിലത്ത് വീണു. ഉടനെ കാളരാത്രി പോലെ ഭയങ്കരമായ വേലെടുത്ത് സഹദേവന്റെ നേരെ പ്രയോഗിച്ചു. പൊന്നു കിട്ടിയ ആ വേൽ സഹദേവൻ 3 കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു. ഇത്രയുമായപ്പോൾ തൻ്റെ ജീവൻ അപകടത്തിലാകുവാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശകുനിക്കും അത് മനസ്സിലായി. ഭയപ്പെട്ട ശകുനി പിന്നണിയിലേക്ക് ഓടിപ്പോയി. അനേകം അശ്വസേനാനികളെ സംഘടിപ്പിച്ച് ധാരാളം ആയുധങ്ങളുമായി അവൻ മടങ്ങി വന്നു. ശകുനിയെ സംഹരിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന ദൃഢനിശ്ചയത്തോടെ സഹദേവൻ ശകുനിയെ നേരിട്ടു. പുലിയെപ്പോലെ ചീറിക്കൊണ്ട് ശകുനിയോട് ഏറ്റുമുട്ടിയ സഹദേവൻ 10 അമ്പ് ശകുനിയുടെ നേർക്കും 4 അമ്പ് അശ്വങ്ങളുടെ നേർക്കും എയ്തു. കുടയും കൊടിയും വില്ലും ഖണ്ഡിക്കപ്പെട്ട സൗഭലൻ കത്തിയുമെടുത്ത് സഹദേവന്റെ നേർക്ക് പാഞ്ഞു. സഹദേവൻ 2 അമ്പുകൾ എയ്ത് ശകുനിയുടെ 2 കൈകളും മുറിച്ചു. തുടർന്ന് കാരിരുമ്പുകൾ കൊണ്ടുള്ള ഒരു കത്തിയമ്പ് എയ്ത് ശകുനിയുടെ ശിരസ്സും മുറിച്ചു. ശകുനി മരിച്ച് ഭൂമിയിൽ വീണു. കൗരവർ കാട്ടിയ സകല അനീതികൾക്കും പ്രധാന കാരണക്കാരനായ ശകുനിയുടെ ജഡം ജീവനറ്റ് ഭൂമിയിൽ വീണപ്പോൾ അവൻ്റെ മരുമകനായ ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവരെല്ലാം പകച്ചു നിന്നുപോയി. ശകുനിയുടെ ഗാന്ധാര സൈന്യങ്ങൾ തങ്ങളുടെ രാജാവിൻ്റെ വധത്തിൽ ഏറ്റവും ക്രോധം പൂണ്ടു. അവരിൽ ശേഷിച്ചവർ പാണ്ഡവന്മാരോട് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തി. അർജുനൻ അതിൻ്റെ മിക്കവരെയും കൊന്നു വീഴ്ത്തുകയും ചെയ്തു. ശേഷിച്ചവർ ഓടിപ്പോകുവാൻ ശ്രമിച്ചെങ്കിലും പാണ്ഡവ സൈന്യങ്ങൾ അവരെ പിന്തുടർന്നു. അവരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ 18ാമത്തെ ദിവസത്തെ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ കൗരവഭാഗത്താകെ ശേഷിച്ചത് ദുര്യോധനും കൃപനും അശ്വത്ഥാമാവും കൃതവർമ്മനും മാത്രമായി. ദുര്യോധനാകട്ടെ പോർക്കളത്തിൻ്റെ കിഴക്കേ ഭാഗത്തേക്ക് ഓടിപ്പോയി. ആരോടും ഒന്നും പറയാതെയാണ് അവൻ പോയത്. കുറച്ചു സമയം കഴിഞ്ഞ് കൃപാദികൾ ദുര്യോധനെ പലയിടങ്ങളിലും തിരഞ്ഞു. എന്നാൽ അങ്ങും അവനെ കണ്ടില്ല. അതുകൊണ്ട് വിഷണ്ണനായി അവർ മൂവരും പോർക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തിരുന്ന സഞ്ജയന് വ്യാസൻ ദിവ്യദൃഷ്ടം നൽകി അനുഗ്രഹിച്ചിരുന്നുവെങ്കിലും സഞ്ജയൻ മിക്കവാറും യുദ്ധക്കളത്തിൽ വരികയും യുദ്ധം നേരിൽ കാണുകയും ചെയ്യുമായിരുന്നു. അവർ യുദ്ധക്കളത്തിൽ എവിടെ സഞ്ചരിച്ചാലും അമ്പേറ്റ് മരിക്കുകയില്ലെന്നും വ്യാസൻ വരം നൽകിയിട്ടുണ്ടായിരുന്നു. തന്മൂലം ഉഗ്രമായ അസ്ത്രപ്രയോഗത്തിൻ്റെ ഇടയ്ക്കും അസ്ത്രങ്ങൾ ഏൽക്കാതെ സഞ്ജയൻ നിർബാധം സഞ്ചരിച്ചിരുന്നു. ഇതിനിടയ്ക്ക് സാത്വികി സഞ്ജയനെ കാണുകയും അവനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. സാത്വികി സഞ്ജയനെ ഭീമസേനന്റെ മുന്നിൽ കൊണ്ടുവന്നു. സഞ്ജയനെ കണ്ടപ്പോൾ ഭീമൻ ചോദിച്ചു, എന്തിനാണ് ഇവനെ ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവനും കൊല്ലപ്പെടേണ്ടവനാണ്. ശരി, എങ്കിലും ഇവന്റെ കഥ ഇപ്പോൾ തന്നെ കഴിച്ചേക്കാം, സാത്വികി പറഞ്ഞു. സാത്വികി സഞ്ജയനെ കൊല്ലുവാനായി വാളൂരി
ഉടനെ വ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സഞ്ജയനെ കൊല്ലരുതേ എന്നും അവനെ വിട്ടയക്കണമെന്നും ആജ്ഞാപിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം മാഞ്ഞു. സാത്വികി സഞ്ജയനെ മോചിപ്പിച്ചു. അവൻ ഒട്ടും ദൂരം ചെന്നപ്പോൾ ദുര്യോധനെ കാണുകയുമുണ്ടായി. നിരാശയോടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്ന ദുര്യോധനൻ സഞ്ജയനെ കണ്ടപ്പോൾ ഗദ്ഗദത്തോടെ പറഞ്ഞു, സഞ്ജയ, എല്ലാം നശിച്ചു. ഞാൻ പോരിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. മുറിവേറ്റ് ഞാനിവിടെ ബാദരായണ തീർത്ഥത്തിലെ കയത്തിൽ മുങ്ങിക്കിടക്കുവാൻ പോവുകയാണ്. നീ എല്ലാ വിവരങ്ങളും അച്ഛനോട് പറഞ്ഞേക്കൂ. ദുര്യോധനൻ നേരെ ബാദരായണ പ്രദഹത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് മായ കൊണ്ട് ജലസ്തംഭിപ്പിച്ച് ദ്വൈവായന പൊയ്കയിലെ കയത്തിൽ ഇറങ്ങിക്കിടന്നു. ദുര്യോധനന്റെ ദുർഗതിയോർത്ത് സഞ്ജയൻ അത്യന്തം ദുഃഖിച്ചു. അവൻ നേരെ ഹസ്തിനാപുരിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് കൃപനെയും അശ്വത്ഥാമാവിനെയും കൃതവ്രാവിനെയും കണ്ടു. അവരോട് ദുര്യോധനെ കണ്ടതും അവൻ ബാദരായണ പൊയ്കയിലെ പ്രഹദത്തിൽ മുങ്ങിക്കിടക്കുന്നതുമായ വിവരങ്ങളൊക്കെ പറഞ്ഞു. കൗരവരുടെ ശിബിരങ്ങളിൽ അവരവരുടെ മറ്റ് രാജ്യങ്ങളന്മാരും ഭക്തിമാരും ദാസിമാരും കുട്ടികളും മറ്റും ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം മരണവൃത്താന്തമറിഞ്ഞ അവർ ആർത്തരായി വാവിട്ട് നിലവിളിച്ചു. ദുര്യോധന മന്ത്രിമാർ അവരെയെല്ലാം ഹസ്തിനാപുരിയിലെ കൊട്ടാരങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്തു. ദാസിമാരോടും ഭൃത്യന്മാരോടും കൗരവ രാജ്ഞിമാർ കാൽനടയായി ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. ധാർത്തരാഷ്ട്ര വൈശ്യപുത്രനായിരുന്ന യുയുത്സു ധർമ്മപുത്രന്റെ ആഹ്വാനമനുസരിച്ച് കൗരവരെ വിട്ട് പാണ്ഡവരോട് ചേർന്നിരുന്നുവല്ലോ. കൗരവരാജ്ഞിമാരുടെ ശോചനീയമായ നില മനസ്സിലാക്കിയ അദ്ദേഹം അവരെ അനുഗമിച്ച് കൊട്ടാരത്തിലെത്തിക്കുന്നതിന് ആഗ്രഹിച്ചു. അദ്ദേഹം കൃഷ്ണനോടും പാണ്ഡവരോടും അനുവാദം വാങ്ങി കൗരവ സ്ത്രീകളെ അകമ്പടി സേവിച്ച് രാജധാനിയിലേക്ക് തിരിച്ചു. ഒരു കാലത്തും രാജമന്ദിരത്തിന് വെളിയിലിറങ്ങാതെ അന്തരപ്പുര സ്ത്രീകളായി മാത്രം കഴിച്ചുകൂട്ടിയിരുന്ന രാജ്ഞിമാർ തെരുവുകളിൽ കൂടി നടന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നവെന്നറിഞ്ഞ പട്ടണവാസികൾ അവരെ കാണുന്നതിനായി രാജവീതിയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി. ലജ്ജ കൊണ്ട് നമ്രമുഖികളായി രാജവീതികളിൽ കൂടി നടന്നു പോകുന്ന ആ അന്തപ്പുര സ്ത്രീകളെ കണ്ടപ്പോൾ പൊതുജനങ്ങൾക്ക് അവരോട് അഗാധമായ അനുകമ്പ തോന്നി. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം യുയുത്സുവിന്റെ അകമ്പടിയോടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. യുയുത്സു ധൃതരാഷ്ട്രനെ കണ്ട എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവൻ ഉടൻ തന്നെ ധൃതരാഷ്ട്ര സന്നിധിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിതുരനെ കണ്ടു. അദ്ദേഹത്തെയും എല്ലാ വൃത്താന്തങ്ങളും അറിയിച്ചു. വിതുരൻ യുയുത്സു ചെയ്ത പ്രവൃത്തിയിൽ അവനെ ശ്ലാഘിക്കുകയും അന്ന് തന്നോടൊപ്പം താമസിച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ കുരുക്ഷേത്രത്തിലേക്ക് മടങ്ങിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. യുയുത്സു വിതുരന്റെ നിർദ്ദേശം സ്വീകരിച്ച് അപ്രകാരം ചെയ്യുകയും ചെയ്തു. പാണ്ഡവന്മാർ എല്ലായിടത്തും ദുര്യോധനനെ തേടുന്നുണ്ടായിരുന്നു. അവനെ തിരയുവാൻ ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും അവനെപ്പറ്റി ഒരു വിവരവും അറിയുവാൻ കഴിഞ്ഞില്ല. ദുര്യോധനൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിരിക്കുവാൻ ഇടയുണ്ടെന്ന് ചാരന്മാർ അറിയിച്ചു. അത് കേട്ട് ധർമ്മപുത്രൻ നെടുവേർപ്പെട്ടു. ഏതായാലും അവനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അറിയാതിരുന്നതിനാൽ പാണ്ഡവർ തികച്ചും അസ്വസ്ഥരായിരുന്നു. ദ്വൈവായന ഗ്രഹത്തിൽ ജലസ്തംഭിപ്പിച്ച് അതിൽ ദുര്യോധനൻ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും കൂടി അവനെ കാണുന്നതിനായി പോയി. അവർ പൊയ്കയുടെ കരയെത്തി അവനെ വിളിച്ചു. അശ്വത്ഥാമാവ് പറഞ്ഞു, രാജാവെ, എഴുന്നേൽക്കുക, ഞങ്ങളോടൊപ്പം വരൂ. നമുക്ക് പാണ്ഡവരോട് പൊരുതാം. ജയിച്ച് ഭൂമിയോ അല്ലെങ്കിൽ മരിച്ച് സ്വർഗത്തെയോ നേടാം. സുയോധന, വേഗം എഴുന്നേൽക്കൂ. ദുര്യോധനൻ ജലാശയത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങളെ കാണുവാൻ ഇടയായതുണ്ടായതെൻ്റെ ഭാഗ്യം. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ജീവിച്ചിരിക്കുവാൻ ഭാഗ്യമുണ്ടായ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളുടെ മഹത്വത്തിൽ എനിക്ക് ആശ്ചര്യമില്ല. എന്നാൽ ഇപ്പോൾ ചെന്നെതിർക്കുവാൻ പറ്റിയ സമയമല്ല. നിങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ഞാൻ മുറിവേറ്റവനുമാണ്. ഒരു രാത്രി വിശ്രമിച്ച നിങ്ങളോടുകൂടെ ഞാൻ ശത്രുക്കളോട് പൊരുതണമെന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്നത് ചിലർ കേൾക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കുവാൻ യാദൃശ്ചികമായി അവിടെ എത്തിയ ചില വേടന്മാരായിരുന്നു അത്. ദുര്യോധനനെ പാണ്ഡവന്മാർ തിരയുന്ന വിവരം വേടന്മാർക്ക് അറിവുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ഭീമനെ സമീപിച്ച് അവർ കണ്ടതും കേട്ടതുമായുള്ള വൃത്താന്തങ്ങളെല്ലാം ഭീമനെ അറിയിച്ചു. ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇതാ, ഈ വേടന്മാർ ദുര്യോധനനിരിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കുന്നു. അങ്ങ് ആരെ ഓർത്ത് തപിക്കുന്നുവോ അവൻ ജലസ്തംഭിപ്പിച്ച് ജലത്തിലിരിപ്പുണ്ട്. ധർമ്മപുത്രന് സന്തോഷമായി. എല്ലാവരും അത്യധികമായി ആഹ്ലാദിച്ചു. ബാദരായണ പ്രതാപത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ച് എല്ലാവരും തേരിൽ കയറി പുറപ്പെട്ടു. കൃഷ്ണന്റെയും യുധിഷ്ഠിരന്റെയും നേതൃത്വത്തിൽ അർജുനനും ഭീമനും മാധരേയനും പാർഷദനും ശിഖണ്ഡിയും യുധാമന്യുവും ഉത്തമൗജസും പാഞ്ചാലന്മാരും ദ്രൈപതയന്മാരും അശ്വങ്ങളും ആനകളും ഒക്കെ കൂടി ഒരു ഘോഷയാത്രയായിട്ടാണ് പുറപ്പെട്ടത്. പാണ്ഡവർ ഘോഷയാത്രയായി വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും പോയി താമസിക്കാനേ ദുര്യോധനന്റെ സ്ഥിതി പൂർണ്ണമായി അറിയാതെ ഹസ്തിനാപുരത്തേക്ക് മടങ്ങാനോ ഇഷ്ടമില്ലാതായിരുന്ന അവർ
വ്യക്തമായൊരു ലക്ഷ്യവുമില്ലാതെ വഴിവക്കിലുള്ള ഒരു ആൽത്തറയിൽ കയറിയിരുന്നു. യുധിഷ്ഠിരനും സംഘവും തീർത്ഥക്കരയിലെത്തി. മായാവിദ്യ കൊണ്ട് ജലത്തെ സ്തംഭിപ്പിച്ച് അതിനുള്ളിൽ ദുര്യോധനൻ ഇറങ്ങിക്കൊടുപ്പുണ്ടെന്നുള്ള വിവരം അവർക്ക് മനസ്സിലായി. യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ നോക്കൂ, ദുര്യോധനൻ മനുഷ്യരിൽ ഭയമില്ലാത്ത ജലസ്തംഭം ചെയ്തിരിക്കുന്നു. ഈ വഞ്ചകനെ ഞാൻ ജീവനോട് വിടുകയില്ല. കൃഷ്ണനും അത് അനുകൂലിച്ചു. അദ്ദേഹം പറഞ്ഞു, മായാവിയായ ദുര്യോധനെ കൗശലം പ്രയോഗിച്ച് തന്നെ കൊല്ലണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. യുധിഷ്ഠിരൻ വെള്ളത്തിൽ കിടക്കുന്ന ദുര്യോധനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഹേ സുയോധന, നീ കൗരവ ചക്രവർത്തിയല്ലേ? ഉത്തമ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനല്ലേ? ക്ഷത്രിയധർമ്മം നിനക്കറിയില്ലേ? സഹോദരന്മാരെയും സ്വജനങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം കൊല്ലിച്ചിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ആഗ്രഹിച്ചാണോ ഈ കയത്തിൽ വന്ന് കിടക്കുന്നത്? നീ ശൂരനാണെന്ന് പറയാറുണ്ടല്ലോ. നിന്റെ പൗരുഷമൊക്കെ എവിടെ പോയി? മാനം എവിടെ? ഇപ്പോൾ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് കുറിച്ചലല്ലേ? ശൂരന്മാർ ശത്രുക്കളെ കണ്ടാൽ ഓടുകയില്ല. എഴുന്നേൽക്കുക, ക്ഷാത്രധർമ്മം മുൻനിർത്തി പോരാടൂ. ഞങ്ങളെ ജയിച്ചിട്ട് നീ രാജ്യം ഭരിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളാൽ കൊല്ലപ്പെട്ട വീരസ്വർഗം നേടിക്കൊള്ളൂ. ദുര്യോധനൻ കയത്തിൽ കിടന്നുകൊണ്ട് പ്രതിവചിച്ചു, യുധിഷ്ഠിര, ഞാൻ പ്രാണഭയം കൊണ്ട് പേടിച്ചു പോന്നതല്ല. കൂട്ടർച്ചത്തൊറ്റയായ ഞാൻ ആശ്വസിക്കാൻ പോന്നതാണ്. ദ്രോണനും കർണനും പോയി, മുത്തച്ഛൻ വീണു, എൻ്റെ അനുജന്മാരെല്ലാം മരിച്ചു, ബന്ധുക്കളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഏകനാണ്. എനിക്ക് സൈന്യങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ ഇല്ല. ഈ സ്ഥിതിക്ക് ആരോട് എന്ത് യുദ്ധമാണ് ചെയ്യേണ്ടത്? എനിക്കിനിയും യുദ്ധത്തിൽ ആശയില്ല. ഈ ഭൂമി മുഴുവൻ നിൻ്റേതായി കഴിഞ്ഞു. നീ അത് യഥേഷ്ടം ഭരിക്കുക. ആൾക്കാരില്ലാതെ എനിക്ക് ജീവനിലും കൊതിയില്ല. ഞാൻ മാന്തോലെടുത്ത് കാട്ടിലേക്ക് പോവുകയാണ്. ദുര്യോധനൻ ഇപ്രകാരം കരുണമായി പറയുന്നത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറയുകയുണ്ടായി, ഹേ രാജാവേ, ദുര്യോധന, വെള്ളത്തിലാണ്ട് നീ ആർത്തപ്രലാപം ചെയ്യാതിരിക്കുക. പക്ഷിനാഥം പോലെ നിന്റെ വാക്കുകളൊന്നും എൻ്റെ ഉള്ളിൽ തട്ടുന്നില്ല. നീ തരുന്ന ഭൂമി വാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്ഷത്രിയ ധർമ്മമല്ല. നിന്നെ യുദ്ധത്തിൽ ജയിച്ച് ഭൂമി നേടി ഞാൻ ഭുജിക്കും. കുലത്തിൻ്റെ നിലനിൽപ്പ് ഓർത്ത് ഞാൻ അന്ന് നിന്നോട് യാചിച്ചു. വാർഷ്ണേയനെ ദൂതനായി അയച്ചു. അന്ന് ഭൂമി നൽകാതെ നിരസിച്ചയച്ചു. സൂചിത്തുമ്പുകൊണ്ട് കുത്തിയടക്കുവാൻ പോരുന്ന ഭൂമി പോലും തരുവാൻ തയ്യാറല്ലായിരുന്ന നീ ഇപ്പോൾ ഈ ഭൂമിയൊക്കെ തരുന്നത് എന്തിനാണ്? ഭൂമി നൽകുവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നും നിന്റെ ജീവന് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല. ഹേ ദുർബുദ്ധേ, നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഞാൻ ജീവിക്കുവാൻ പോരുന്നവനാണ്. നീ ജീവിക്കുവാൻ ശക്തനുമല്ല. ഒന്നെങ്കിൽ ഞങ്ങളെ പോരിൽ ജയിച്ച് നീ ഭൂമി രക്ഷിക്കൂ, അല്ലെങ്കിൽ മരിച്ചിട്ട് വീരസ്വർഗം പ്രാപിക്കൂ. എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, വേഗമാവട്ടെ. യുധിഷ്ഠിരന്റെ ആക്ഷേപ വാക്കുകൾ അഭിമാനിയായ ദുര്യോധനന് അസഹനീയമായി തീർന്നു. അവൻ പാണ്ഡവരോട് പോരിനുറച്ചു. അവൻ്റെ കാരിരുമ്പ് ഗദ കയ്യിലെടുത്തു. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ദുര്യോധനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഏയ് യുധിഷ്ഠിര, എന്നോട് ഓരോരുത്തരായി ഏറ്റെതിർക്കുവാൻ പല വീരന്മാർ ഒരാളിനെ എതിർക്കുന്നത് മര്യാദയല്ല. വിശേഷിച്ചും ഞാൻ ചട്ടയറ്റവനും മുറിവേറ്റവനുമാണ്. എങ്കിലും ധർമ്മവും കീർത്തിയും പാലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോട് ഞാൻ ഒറ്റയ്ക്ക് പൊരുതുന്നുണ്ട്. ഗദ കൊണ്ട് നിങ്ങളെ ഞാൻ ജയിക്കുന്നതാണ്. ദുര്യോധനൻ പാണ്ഡവരോട് പോരിനുറച്ചു. അവൻ്റെ കാരിരുമ്പ് ഗദ കയ്യിലെടുത്തു. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ദുര്യോധനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹേയ് യുധിഷ്ഠിര, എന്നോട് ഓരോരുത്തരായി ഏറ്റെതിർക്കുവിൻ. പല വീരന്മാർ ഒരാളിനെ എതിർക്കുന്നത് മര്യാദയല്ല. വിശേഷിച്ചിട്ടും ഞാൻ ചട്ടയറ്റവനും മുറിവേറ്റവനുമാണ്. എങ്കിലും ധർമ്മവും കീർത്തിയും പാലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ഒറ്റയ്ക്ക് പൊരുതുന്നുണ്ട്. ഗദ കൊണ്ട് നിങ്ങളെ ഞാൻ ജയിക്കുന്നതാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ബേഷ് ബേഷ് സുയോധന, നിനക്ക് ഈ ബുദ്ധി എവിടെ നിന്നുണ്ടായി? ഏറെ പേർ കൂടി ഒരുത്തനെ എതിർക്കുന്നത് മര്യാദയല്ലെങ്കിൽ 7 മഹാരഥന്മാർ കൂടി അഭിമന്യുവിനെ എതിർത്തതും കൊന്നതും എങ്ങനെ ധർമ്മമാവും? കഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ധർമ്മത്തെപ്പറ്റി പ്രസംഗിക്കും, അല്ലാത്തപ്പോൾ എല്ലാവിധ അധർമ്മങ്ങളും പ്രവർത്തിക്കും. എടാ ദുര്യോധന, കൂടുതലൊന്നും പറയണ്ട. ചട്ടയിടൂ, മുടി കെട്ടിമുറുക്കൂ. നിനക്ക് എന്താണില്ലാത്തതെങ്കിൽ അത് തേടി എടുത്തുകൊള്ളൂ. 5 പാണ്ഡവന്മാരിൽ ആരോടാണ് നീ പോരാടുവാൻ ഇച്ഛിക്കുന്നതെന്ന് വെച്ചാൽ പോരാടൂ. അവനെ കൊന്നാൽ നിനക്ക് രാജാവാകാം, ചത്താൽ സ്വർഗവും നേടാം. ഉടൻ തന്നെ ദുര്യോധനൻ ചട്ടയും മുടിചാർത്തു വാങ്ങി. മുടിചാർത്ത് ധരിച്ച് പൊൻചിട്ടയിലിട്ടപ്പോൾ അവൻ പൊന്മല പോലെ പ്രശോഭിച്ചു. ഗദയേന്തി പോർക്കളത്തിൽ സന്നിധനായി നിന്ന് പാണ്ഡവരോടായി അവൻ പറഞ്ഞു,
നിങ്ങളിൽ ഒരാൾ ഗദയും എടുത്ത് എന്നോട് ഏൽക്കുക. ഞാൻ ആരോട് വേണമെങ്കിലും പൊരുതി ജയിക്കാം. ഗദായുദ്ധത്തിൽ എന്നോട് തുല്യനായി ആരുമില്ല. ഗദയാൽ ഏവനെയും ഞാൻ കൊല്ലും. എന്നോട് പൊരുതുവാൻ തയ്യാറുള്ളവൻ ഗദയെടുക്കട്ടെ. ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. യുധിഷ്ഠിരന്റെ മൗഢ്യം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നിരാശയും കോപവും കൊണ്ട് അസ്വസ്ഥനായി. കൃഷ്ണൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, രാജാവേ, അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളിൽ ഒരാളെ കൊന്നാൽ ദുര്യോധനനെ രാജാവാക്കാമെന്ന് പറഞ്ഞത് എന്തൊരു സാഹസമാണ്. ഭവാൻ പണ്ടത്തെ പോലെ ചൂതുപോലെ ശകുനിയുമായി വേണ്ടാത്തതിനിറങ്ങിയതുപോലെ ഇപ്പോഴും ഇതാ ഓരോ വിഷമങ്ങൾ വലിച്ചു കൂട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു. യുധിഷ്ഠിര, ഈ ദുര്യോധനൻ കഴിഞ്ഞ 13 വർഷങ്ങളായി ഇരുമ്പ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഗദായുദ്ധം അഭ്യസിച്ചവനാണ്. ഭീമസേന വധത്തിനു വേണ്ടി മാത്രമാണ് അവനത് ചെയ്തത്. എങ്കിലും അവനോട് പൊരുതുവാൻ ഭീമനൊഴികെ മറ്റാരും ഈ ലോകത്തിലുമില്ല. ഭീമനും അവനെ ജയിക്കുവാൻ വളരെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഭീമൻ ബലവാനും സമർത്ഥനവുമാണ്. എന്നാൽ ദുര്യോധനൻ പടുവാണ്. ബലവാനും പടുവും കൂടി എതിരിട്ടാൽ പടുവാണ് മെച്ചം നേടുക. ഞങ്ങളിൽ ഒരാളെ കൊന്നാൽ നിനക്ക് രാജാവാകാമെന്ന് ശത്രുവിനോട് പറഞ്ഞ വിഡ്ഢിത്തം ഓർക്കുമ്പോൾ നിങ്ങൾ എന്നും കാട്ടിൽ വാഴാനാണോ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കാനാണോ പടച്ചുവിട്ട കൂട്ടരെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പരീക്ഷമായി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഭീമൻ കേശവനെ സമാധാനിപ്പിച്ചു. അവൻ പറഞ്ഞു, യദുനന്ദന, മധുസൂദന, ഭവാൻ വിഷാദിക്കരുത്. പോരിൽ ഞാൻ ദുര്യോധനനെ കൊല്ലും. അങ്ങൊട്ടും സംശയിക്കേണ്ട. അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. കൃഷ്ണന് സമാധാനമായി. അദ്ദേഹം സന്തോഷസമീതം പറഞ്ഞു, മഹാബാഹു, നിന്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീയാണല്ലോ ധാർത്തരാഷ്ട്രന്മാരെ എല്ലാം കൊന്നത്. അതിൽ ശേഷിച്ച ദുര്യോധനയും കൊന്ന് ആഴിചൂഴുന്ന ഊഴിയെ ധർമ്മരാജാവിന് നൽകുക. സാത്വികിയും പാഞ്ചാലരും മറ്റും ഭീമസേനന്റെ വാക്കിനെ ബഹുമാനിച്ചു. ഭീമൻ ദുര്യോധനനെ കൊല്ലുമെന്ന് വിശ്വസിച്ചു. ഭീമസേനൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവൻ ദുര്യോധനനെ നോക്കി ആക്രോശിക്കുവാൻ തുടങ്ങി. എടാ ദുഷ്ട, നീയും നിന്റെ അച്ഛനും സഹോദരന്മാരും ബന്ധുജനങ്ങളും കൂടി ഞങ്ങളെ വളരെയധികം ദേഷിപ്പിച്ചു. അന്ധനായ നിന്റെ അച്ഛനും കൃതജ്ഞനും പുരുഷാധമനുമായ നീയും മാത്രം ഇപ്പോൾ ശേഷിക്കുന്നു. നിന്നെയും ഇന്ന് ഞാൻ കൊല്ലും, അതിന് യാതൊരു സംശയവുമില്ല. പാണ്ഡവന്മാരും മറ്റുള്ളവരും ഇത് കേട്ട് ആർത്തു വിളിച്ചു. കൂട്ടം തെറ്റി ആനയെ പോലെ ഒറ്റയനായി നിൽക്കുന്ന ദുര്യോധനൻ ഭീമന്റെ പോർവിളിയോ പാണ്ഡവരുടെ ഹർഷാരവമോ കേട്ടിട്ട് അശേഷം പതറിയില്ല. അവൻ കൂസലില്ലാതെ, ഭയമില്ലാതെ, വാട്ടമില്ലാതെ സിംഹം കണക്കെ മാരുതപുത്രനോട് എതിരേറ്റു. മത്തേപത്തോട് മത്തേപമെന്ന പോലെ അവർ ഉഗ്രമായ ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. ആ അവസരത്തിൽ പെട്ടെന്ന് അവിചാരിതമായി ബലഭദ്രൻ ആ രംഗത്തേക്ക് കടന്നു വന്നു. കൗരവ പാണ്ഡവന്മാർ തമ്മിൽ യുദ്ധം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു പക്ഷത്തും കൂടുവാൻ കഴിയുകയില്ലെന്ന ഉദ്ദേശത്തോടെ ബലരാമൻ ഒരു തീർത്ഥയാത്ര നടത്തുവാനാണ് തീരുമാനിച്ചത്. അദ്ദേഹം സരസ്വതി, പ്രഭാസം, കപാലമോചനം, ഇന്ദ്രപാപമോചനം തുടങ്ങിയ പല പുണ്യതീർത്ഥങ്ങളും സഞ്ചരിച്ച് ആ വഴിക്കുണ്ടായിരുന്ന അനവധി താപസന്മാരുടെ ആശ്രമങ്ങളും സന്ദർശിച്ചിട്ട് കുരുക്ഷേത്രത്തിൽ എത്തിയതാണ്. ഒരാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ വരുവാനിടയായി. നാരദ മഹർഷിയിൽ നിന്നാണ് കൗരവ പാണ്ഡവ യുദ്ധത്തെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം ബലരാമൻ മനസ്സിലാക്കിയത്. കൗരവപക്ഷത്ത് കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂവെന്നും ദുര്യോധനനും ഭീമനും തമ്മിൽ ഇപ്പോൾ ഗദായുദ്ധം നടക്കുകയാണെന്നും അതിൻ്റെ അവസാനത്തോടുകൂടി മഹാഭാരത യുദ്ധം തന്നെ അവസാനിക്കുമെന്നും നാരദൻ ബലഭദ്രനെ ധരിപ്പിച്ചു. എങ്കിൽ ഈ അവസാനത്തെ യുദ്ധം കണ്ടുകളയാമെന്നുള്ള ഉദ്ദേശത്തോടെ തൻ്റെ പരിവാരങ്ങളെയെല്ലാം ദ്വാരകയിലേക്ക് അയച്ചിട്ട് ബലരാമൻ നേരെ പോർക്കളത്തിലെത്തി. ഭീമനും ദുര്യോധനനും കൂടി കടുത്ത വാശിയോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 2 മഹാസമുദ്രങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ ഘോരമായിരുന്നു അവരുടെ ദ്വന്ദ്വയുദ്ധം. ബലരാമൻ അവരുടെ മുന്നിലെത്തി. ബലരാമൻ ഗദായുദ്ധത്തിൽ അസാമാന്യ പ്രാവീണ്യമുള്ള ആളാണ്. ദുര്യോധനെയും ഭീമനെയും അദ്ദേഹം ഗദായുദ്ധം അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ ആചാര്യനെ ആകസ്മികമായി കണ്ടപ്പോൾ 2 പേരും ആശ്ചര്യം കൊണ്ട് ആവിഷ്ടരായി. 2 പേരും യുദ്ധം നിർത്തിയിട്ട് ആചാര്യനെ വന്ദിച്ചു. കൃഷ്ണനും യുധിഷ്ഠിരാദികളും യാദവശ്രേഷ്ഠനെ വണങ്ങി വേണ്ട വിധത്തിൽ ഉപചരിക്കുകയും ചെയ്തു. ആചാര്യനായ ബലഭദ്രനെ മുന്നിൽ വെച്ച് തങ്ങളുടെ ഗദായുദ്ധ നിപുണത പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഭീമനും ദുര്യോധനും ഒരേപോലെ ആഹ്ലാദിച്ചു. അവർ ദ്വന്ദ്വയുദ്ധം തുടരുവാൻ തയ്യാറായി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഹേ വീരന്മാരെ, നിങ്ങൾ ഇവിടെ വെച്ചല്ല യുദ്ധം ചെയ്യേണ്ടത്. കുരുക്ഷേത്രം പുണ്യഭൂമിയിലാണ്. ത്രൈലോകത്തിൽ പ്രസിദ്ധമായ ആ പുണ്യസ്ഥലത്ത് പോരിലേറ്റു മരിച്ചാൽ സ്വർഗം ശാശ്വതമായി ലഭിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ദ്വന്ദ്വയുദ്ധം നടത്തുക. എല്ലാവരും അത് സമ്മതിച്ചു. അവർ സമന്ത പഞ്ചകത്തിലേക്ക്, അതായത് കുരുക്ഷേത്രത്തിലേക്ക് നടന്നു. 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന ദുര്യോധനൻ മന്നവന്മാർക്കൊക്കെ ആജ്ഞ നൽകി. ലോകത്തിന്റെ നാഥനായി വാണുന്ന സുയോധനൻ, ലക്ഷക്കണക്കിന് തേരുകളുടെ ഉടമയായിരുന്ന ധാർത്തരാഷ്ട്രൻ അനാഥനെ പോലെ ഗദയുമെടുത്ത് കുരുക്ഷേത്രത്തിലേക്ക് നടന്നു പോവുക തന്നെ ചെയ്തു.
കുരുക്ഷേത്രത്തിലെത്തിയ കൃഷ്ണന്റെയും ബലഭദ്രന്റെയും പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും മറ്റും മുന്നിലായി ദുര്യോധനനും ഭീമനും യുദ്ധസന്നദ്ധരായി നിന്നു. രണ്ടുപേരും പ്രഹൃഷ്ടന്മാരാണ്. രണ്ടുപേരും സുമധരന്മാരായ പോരാളികളാണ്. ചിഹ്നം വിളിക്കുന്ന ആനകളെപ്പോലെയും മുക്കയറയിടുന്ന കാളയെപ്പോലെയും ബലോന്മത്തരായ അസുരന്മാരെ പോലെയും അവരിരുവരും ഇളകിക്കൊണ്ടേയിരുന്നു. ഇതാ ഞാനും ഭീമനും കൂടി യുദ്ധം തുടങ്ങുകയായി, അഹങ്കാരത്തോടെ ദുര്യോധനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ആ സമയത്ത് പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുകയുണ്ടായി. ചരൽ കോരി വിതുന്ന വിധം കൊടുങ്കാറ്റുണ്ടായി. ആകാശം പിളരത്തക്കവണ്ണം കൊള്ളിമീൻ മിന്നി. രോമാഞ്ചമഞ്ചുന്ന വിധത്തിൽ പലമട്ട് ഇടിവിട്ടി. കാടും നാടും ആടുന്ന വിധത്തിൽ ഭൂമി കുലുങ്ങി. അശരീരമായ ഉഗ്രശബ്ദങ്ങൾ കേട്ടു. ദിക്കാകെ ഇരുണ്ട് മൂടുവാൻ തുടങ്ങി. സമയം ചെല്ലുംതോറും ദ്വന്ദ്വയുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചു വന്നു. ഇന്ദ്രനും വലനും എന്ന പോലെയും ബാലിയും സുഗ്രീവൻ എന്ന പോലെ, ശ്രീരാമനും രാവണനും എന്ന പോലെ ഭീമനും ദുര്യോധനനും തമ്മിൽ പോരാടി. മഹാഭാരത യുദ്ധത്തിന്റെ അന്ത്യത്തെ കുറിക്കുന്ന ആ യുദ്ധം മനുഷ്യരെന്ന പോലെ ദേവന്മാരും ഉപദേവന്മാരും നർമ്മനിഷ്ഠിലേക്ക് നോക്കി നിൽക്കുക തന്നെ ചേരും. ഗദായുദ്ധ വിശാരദന്മാരായ ഇരുവരും പല രീതിയിലും പോരാടി. പ്രഹരമൊഴിച്ച്, തടുക്കൽ, പിന്മാറ്റം, പിന്നോട്ട് ചുറ്റൽ, മുൻചുറ്റൽ, പിൻചാട്ടം, മുൻചാട്ടം തുടങ്ങിയ ഗദായുദ്ധത്തിലെ നാനാവിധത്തിലുള്ള അടവുകളും ഇരുവരും പ്രകടിപ്പിച്ചു. വട്ടത്തിൽ ചുറ്റിയും മുന്നോട്ട് കുതിച്ചും പിന്നോക്കം വാങ്ങിയും അടിച്ചും തടുത്തും വീശിയും ഉച്ചത്തിൽ അട്ടഹസിച്ചും വീരവാദങ്ങൾ പറഞ്ഞും അവർ നടത്തിയ ദ്വന്ദ്വയുദ്ധം കാണികൾക്ക് രോമാഞ്ചകഞ്ചുകമായിരുന്നു. രണ്ടുപേർക്കും അന്യോന്യം ആഞ്ഞടിക്കുമ്പോൾ ഗദ കൊണ്ട് തടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ചിലപ്പോൾ ഗദ രണ്ടുപേരുടെയും ശരീരത്തിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ ചോരയൊലിച്ചു. അവർ രക്തത്തിൽ ആറാടി. ദുര്യോധനൻ ഭീമന്റെ നേരെ പാഞ്ഞു ചെന്ന് ഗദ കൊണ്ടടിച്ചപ്പോൾ മാരുതി തന്റെ ഗദ കൊണ്ടത് തടുത്തു. രണ്ട് ഗദകളും കൂട്ടിമുട്ടി തീ പറന്നു. അവർ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ദുര്യോധനന്റെ ഒരു ഗദാപ്രഹരം ഭീമന്റെ തലയ്ക്ക് കണക്കിനേറ്റു. എങ്കിലും ഭീമൻ കുലുങ്ങിയില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭീമൻ ദുര്യോധനനെ പ്രഹരിച്ചു. ഇത് കണ്ട് പാണ്ഡവന്മാരും പാഞ്ചാലരും ഭീമനെ പുകഴ്ത്തിക്കൊണ്ട് ആർത്തു വിളിച്ചു. ദുര്യോധനന് ലേശം പോലും പരിഭ്രമമുണ്ടായില്ല. അവൻ ശക്തിയായി ഭീമനെ അടിച്ചു. ഒരടിയേറ്റ് ഭീമൻ മുട്ടുകുത്തി വീണു. ഇത് കണ്ട് യുധിഷ്ഠിരാദികൾ പരിഭ്രാന്തരായി. എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭീമൻ ചാടി എണീറ്റ് ദുര്യോധനനെ പ്രഹരിക്കുവാൻ ആരംഭിച്ചു. ദുര്യോധനൻ 1-2 പ്രാവശ്യം ഭീമന്റെ പ്രഹരമേറ്റ് ഭൂമിയിൽ ഇരുന്നു പോയി. എങ്കിലും അവനും പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് പോര് തുടർന്നുകൊണ്ടേയിരുന്നു. രണ്ടുപേരും അത്യന്തം വാശിയോടെ പോരാടുന്നുണ്ട്. രണ്ടുപേരും അത്യന്തം വാശിയോടെ എതിരാളിയുടെ മേൽ ആഞ്ഞടിച്ച് അടിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധം ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന അർജുനൻ ഈ അവസരത്തിൽ കൃഷ്ണനോട് ചോദിച്ചു, മധുസൂദന, ഇവരിൽ ആരാണ് ബലവാനായ യോദ്ധാവ്? ഭവാന്റെ അഭിപ്രായം എന്താണ്? ആർക്കെന്ത് ഗുണം കൂടും? ജനാർദ്ദന പറയൂ. കൃഷ്ണൻ പറഞ്ഞു, അഭ്യാസബലം രണ്ടുപേർക്കും തുല്യമാണ്. ഭീമൻ ശക്തി കൂടിയവനാണ്. എന്നാൽ ദുര്യോധനൻ ഭീമനേക്കാൾ സമർത്ഥനാണ്. ഈ ഘോരമായ യുദ്ധം ഇപ്പോൾ ഓരോരുത്തൻ്റെ ജയത്തിൻ്റെയോ തോൽവിയുടെയോ അടിസ്ഥാനത്തിൽ നിർണയിക്കുവാൻ പോവുകയാണ്. ദുര്യോധനനെ ഗദായുദ്ധത്തിൽ അനുവദിച്ചത് യുധിഷ്ഠിരൻ്റെ മൗഢ്യം കൊണ്ടാണ്. ദുര്യോധനൻ ജയിച്ചാൽ അവൻ രാജാവായിത്തീരും. നിങ്ങളെല്ലാം വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വരും. ദുര്യോധനൻ ജീവനിൽ കൊതിയില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെ തോൽപ്പിക്കുവാൻ സുരേന്ദ്രന് പോലും സാധ്യമല്ല. ആകയാൽ ധർമ്മയുദ്ധത്തിൽ ഭീമൻ ദുര്യോധനനെ ജയിക്കുകയില്ല. കപടം കാണിക്കാതെ ദുര്യോധനനെ കൊല്ലുവാൻ കഴിയുകയില്ല. ദുര്യോധനന്റെ തുട തല്ലിപ്പൊളിക്കുമെന്ന് ഭീമൻ ചൂതാട്ട സമയത്ത് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. ഭീമൻ ആ ശപഥം നിറവേറ്റിയാൽ മതി. മായാവിയായ ദുര്യോധനനെ മായയാൽ തന്നെ കൊല്ലട്ടെ. ഇത് കേട്ടപ്പോൾ അർജുനൻ തന്റെ ഇടത്തെ തുടമേൽ ഭീമന്റെ കാണത്തക്കവണ്ണം 2-3 പ്രാവശ്യം തട്ടി. അർജുനന്റെ സൂചന ഭീമന് മനസ്സിലായി. ദ്വന്ദ്വയുദ്ധം അപ്പോഴും ഭയാനകമായ വിധത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആവേശം കൊണ്ട് രണ്ടുപേരും ബോധം നശിച്ച മട്ടിലാണ് യുദ്ധം ചെയ്യുന്നത്. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടും രണ്ടുപേരും ആഞ്ഞാഞ്ഞടിക്കുകയാണ്. മൃഗോദരൻ ദുര്യോധനന്റെ നേർക്ക് ഏറ്റവും മൂക്കോടെ ഗദ വീശി. ദുര്യോധനൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഗദ ഭൂമിയിലാണ് പതിച്ചത്. ദുര്യോധനൻ ഉടൻ തന്നെ ഭീമനെ പ്രഹരിച്ചു. അത് ശരീരത്തിൽ കൊണ്ട് ഭീമൻ ഒരു നിമിഷത്തേക്ക് തരിച്ചു നിന്നുപോയി. ക്ഷണനേരത്തിനുള്ളിൽ ഭീമസേനൻ ദുര്യോധനന്റെ മേൽ പാഞ്ഞു കയറി. ഭീമന്റെ പ്രഹരത്തിൽ നിന്ന് ഒഴിവാനായി ദുര്യോധനൻ ഭൂമിയിൽ നിന്ന് മേലോട്ട് കുതിച്ചു ചാടി. ആ തക്കം നോക്കി ഭീമൻ ദുര്യോധനന്റെ ഇടത്തെ തുടയ്ക്ക് ആഞ്ഞടിച്ചു. ഭീമകർവാവായ ഭീമൻ വീശിയ വജ്രാഭിധിനിയായ ഗദ ദുര്യോധനന്റെ ഇടത്തെ തുടയിൽ കൊണ്ടു. തുട പൊട്ടിച്ചിതറി. രക്തപ്രവാഹത്തോടെ ദുര്യോധനൻ നിലത്ത് വീഴുകയാണുണ്ടായത്. ആ നരവ്യാഘ്രൻ ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമിയാകെ കുലുങ്ങി. ഭീമൻ അന്തരീക്ഷം നടുങ്ങുമാർ അട്ടഹസിച്ചു. അവിടെയുള്ള എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു. ശംഖ്, ഭേരി, ആനകം തുടങ്ങിയവയുടെ നിനാദം ആകാശത്തെ ഭേദിക്കത്തക്കവണ്ണം മുഴങ്ങുവാൻ തുടങ്ങി. ധാർത്തരാഷ്ട്രന്മാരെ ശേഷിച്ച ദുര്യോധനന്റെ പതനത്തോടെ കൗരവ സാമ്രാജ്യത്തിന്റെ പതനം പൂർത്തിയായി.
അപ്പോഴേക്കും ആദിത്യനും അമ്പുതിയിൽ പതിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. യുദ്ധം കാണുവാൻ വന്ന ഗന്ധർവന്മാരും ദേവന്മാരുമെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദുര്യോധനെ അടിച്ചു വീഴ്ത്തിയിട്ടും വൈരം ശമിക്കാത്ത ഭീമൻ വീണ് കിടക്കുന്ന ദുര്യോധനന്റെ ശിരസിൽ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടുകയും തല പുറങ്കാലുകൊണ്ട് തട്ടുകയും ചെയ്തു. അതോടൊപ്പം ദുര്യോധനൻ പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും കാണിച്ച ക്രൂരകൃത്യങ്ങൾ ഒന്നൊന്നായി പറയുകയും ഇപ്പോൾ അതിനെല്ലാം പകരം വീട്ടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭീമൻ തുടർന്നു, ഞങ്ങൾക്ക് ചതിയോ വഞ്ചനയോ ചൂതുകളിയോ ഒന്നുമില്ല. കയ്യൂക്കുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കൊന്നത്. ഞങ്ങൾക്ക് സ്വർഗമോ നരകമോ എന്തു വേണമെങ്കിലും ലഭിക്കട്ടെ. എന്തായാലും എൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റിയാൽ അതിൽ തന്നെ ഞാൻ കൃതാർത്ഥനാണ്. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ദുര്യോധനന്റെ തലയിൽ ചവിട്ടിയ ഭീമനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ധർമ്മപുത്രൻ പറഞ്ഞു, ഭീമ, നല്ലതോ ചീത്തയോ ചെയ്ത നീ വൈരത്തിന്റെ കടം വീട്ടി, പ്രതിജ്ഞയും പൂർണ്ണമാക്കി. ഇനിയും നീ അടങ്ങൂ. നീ ഇവന്റെ തലയ്ക്ക് ചവിട്ടരുത്. ഇവൻ രാജാവാണ്, രക്തസംബന്ധിയാണ്. ഹേ വൃഗോദര, നീ ചെയ്തത് ന്യായമായില്ല. ഭീമസേനൻ ദുര്യോധനന്റെ തുടയിലടിച്ചു കണ്ട് ബലരാമൻ കഠിനമായി ക്രോധിച്ചു. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു. ബലരാമൻ പറഞ്ഞു, കഷ്ടം ഭീമ, നീ എന്താണ് ഈ കാണിച്ചത്? നാഭിക്ക് താഴെ അടിക്കുകയോ? ഗദായുദ്ധത്തിൽ നാഭിക്ക് താഴെ അടിക്കരുതെന്നാണ് ശാസ്ത്രവിധി. മൂഢനായ വൃഗോദരൻ തോന്നിവാസം കാണിച്ചിരിക്കുന്നു. ഹലായുധൻ ഹലവും, അതായത് കലപ്പയും കയ്യിലെടുത്തുകൊണ്ട് രോക്ഷാകുലനായി ചാടി എണീറ്റ്. അദ്ദേഹം ഭീമന്റെ നേരെ പാഞ്ഞു. എന്നാൽ കൃഷ്ണൻ പെട്ടെന്ന് അദ്ദേഹത്തെ തടഞ്ഞു. കൃഷ്ണൻ വിനയാനത്വനായി പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ശാന്തനാവണം. നമുക്ക് സഹജമിത്രങ്ങളാണ് പാണ്ഡവന്മാർ. അവർ നമ്മളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളാണ്. അവർ വൈരികളായാൽ വഞ്ചിതരുമാണ്. ക്ഷത്രിയന്റെ ധർമ്മം സത്യരക്ഷയാണെന്ന് ഭവാൻ അറിയാമല്ലോ. ഗതയാൽ ഭീമൻ ദുര്യോധനന്റെ തുട ദണ്ഡിക്കട്ടെ എന്ന് പണ്ട് മൈത്രേയ മഹർഷി ശപിച്ചിട്ടുണ്ട്. ഭീമന്റെ പ്രവൃത്തിയിൽ ഞാൻ കുറ്റം കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് കയർക്കരുത്. ബലരാമന് കൃഷ്ണന്റെ സ്വാതന്ത്ര്യ യുക്തികൾ രുചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഏ ഗോവിന്ദ, നീ എന്നോട് എന്തു പറഞ്ഞാലും ഭീമൻ ചെയ്തത് തെറ്റായിപ്പോയി. ധർമ്മമെന്ന് പറയുന്നത് സത്തുക്കൾ ചെയ്യുന്ന കർമ്മമാണ്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഭവാൻ ധർമ്മബുദ്ധിയും എപ്പോഴും ധർമ്മവത്സലനുമാണ്. അങ്ങ് ക്രോധിക്കരുത്. കലിയുഗം വന്നു കഴിഞ്ഞു. ദുര്യോധനന്റെ തുട തച്ചു പൊളിക്കുമെന്ന് ഭീമൻ ശപഥം ചെയ്തിട്ടുണ്ട്. അവന്റെ ശപഥം പാലിക്കട്ടെ. ഭവാൻ അടങ്ങിയാലോ? ഇത് കേട്ടിട്ടും ബലരാമൻ പ്രീതനായില്ല. അദ്ദേഹം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, ധാർമ്മികനായ ദുര്യോധനനെ അധർമ്മത്താൽ കൊന്ന കപടയോദ്ധാവെന്ന പേർ ഭീമൻ സമ്പാദിച്ചിരിക്കുന്നു. യുദ്ധം ദീക്ഷിച്ച് പടക്കളത്തിൽ യുദ്ധയജ്ഞം നടത്തി ശത്രുദ്വീതിയിൽ ദേഹത്തെ ആഹൂതി ചെയ്ത് ദുര്യോധനൻ കീർത്തിമാനായി. ധർമ്മശീലനായ അവൻ വീരസ്വർഗം പാലിക്കും. ഹലായുധൻ ഉടൻ തന്നെ തേരിൽ കയറി ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. പാഞ്ചാല രാജാക്കന്മാരും മറ്റുള്ളവരും ഭീമന്റെ ചുറ്റിനും കൂടി. എല്ലാവരും ഭീമനെ ശ്ലാഘിച്ചു. ദുര്യോധനനെ വീഴ്ത്തുകയും തലയിൽ ചവിട്ടുകയും ചെയ്തതിൽ അവർ വൃഗോദരനെ അനുമോദിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്നു വാസുദേവൻ പറഞ്ഞു, ദുര്യോധനനെ വീഴ്ത്തിയത് നല്ലത് തന്നെ. പക്ഷെ അവന്റെ തലയിൽ കാലുവെച്ചത് ശരിയായില്ല. അത് ചെയ്യേണ്ടിയിരുന്നില്ല. രാജാക്കന്മാർ കൊന്ന ശത്രുവിനെ വീണ്ടും കൊല്ലുന്നത് ന്യായമല്ല. എപ്പോൾ ഇവനെ സുഹൃത്തുക്കളുടെ മൊഴി തള്ളിക്കളയുന്നുവോ അപ്പോൾ ഈ പാപി ഹതനായിരിക്കും. ഭീഷ്മരും ദ്രോണനും കൃപനും വിതുരനും എത്രയോ പ്രാവശ്യം ഇവനെ ഉപദേശിച്ചു. എന്നിട്ടും ഇവൻ പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുത്തില്ല. ഇവൻ പുരുഷാധമനാണ്. കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകൾ ഊർധ്വശ്വാസം വലിച്ചു കിടക്കുന്ന ദുര്യോധനൻ കേട്ടു. കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകൾ ഊർധ്വശ്വാസം പോലെ വലിച്ചു കിടക്കുന്ന ദുര്യോധനൻ കേട്ടപ്പോൾ അമർഷത്തോടെ അവൻ തലപൊക്കി നിലത്ത് കൈകളൂന്നി പ്രയാസപ്പെട്ട് എഴുന്നേരുന്നു. പ്രാണൻ പോകുന്ന കടുത്ത വേദന കടിച്ചിറക്കിക്കൊണ്ട് ക്രുദ്ധനായ കൃഷ്ണനെ നോക്കി പറഞ്ഞു, എടാ കംസദാസന്റെ മോനെ, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുവാൻ. എൻ്റെ തുടയിൽ തല്ലുവാൻ വേണ്ടി അർജുനനെ കൊണ്ട് നീ ഭീമന് സൂചന കൊടുപ്പിച്ചത് ഞാൻ കണ്ടില്ലെന്നാണോ നിന്റെ വിചാരം? സത്യയുദ്ധം ചെയ്ത രാജാക്കന്മാരെ ചതിവിദ്യകൾ ചെയ്തല്ലേ നീ തോൽപ്പിച്ചത്? വീരനായ ഭീഷ്മരെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി വീഴ്ത്തിയല്ലേ നീ? യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിച്ച് ദ്രോണനെ കൊണ്ട് ആയുധം വെപ്പിച്ചത് നീയല്ലേ? യോഗസ്ഥനായ ദ്രോണനെ ദൃഷ്ടദ്യുമ്നൻ കൊന്നത് നീ നോക്കി നിന്നില്ലേ? കൈമുറിഞ്ഞ് പ്രായോപവേശം ചെയ്ത ഭൂരിശ്രവസിനെ സാത്വികയെ കൊണ്ട് കൊല്ലിച്ചത് നീയല്ലേ? നിരായുധനായി തേർചക്രം പൊക്കുന്ന സമയത്തല്ലേ കർണനെ കൊല്ലുവാൻ അർജുനനെ നീ പ്രേരിപ്പിച്ചത്? ഇതൊക്കെയായിട്ടും നീ യോഗ്യത പറയുന്നുവോ? നാണം കെട്ടവൻ. ഇത് കേട്ട് വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഗാന്ധാരി പുത്ര, നീ പാപമാർഗത്തിൽ കൂടിയാണ് ചരിച്ചത്. തന്മൂലം ഭ്രാതാക്കളോടും സൂതന്മാരോടും കൂട്ടുകാരോടും കൂടി നീ നശിച്ചു. നിന്റെ പാപം കൊണ്ടാണ് ഭീഷ്മ ദ്രോണാദികൾ വീണത്. കർണൻ മരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നീ ഇപ്പോൾ മൃതപ്രായനായിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. ഗുരുക്കന്മാരുടെ ഉപദേശം നീ കേട്ടില്ല. നീ വൃദ്ധന്മാരെ ഉപാസിച്ചിട്ടില്ല. അവരുടെ ഹിതത്തെ നീ ആദരിച്ചില്ല.
ലോഭത്തിനും തൃഷ്ണയ്ക്കും അടിമയായി നീ പല ആകാരങ്ങളും ചെയ്തു. അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. ഏതോ ഒരു ന്യായം അന്യായം ഞങ്ങൾ ചെയ്തതായി നീ പറയുന്നുവോ, അതൊക്കെ നിന്റെ ദുഷ്ടത കൊണ്ട് ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ്റെ അമർഷം പതഞ്ഞു പൊങ്ങി. അവൻ പറഞ്ഞു, ലജ്ജയില്ലാത്ത യാദവ, ഞാൻ എന്ത് കാര്യം ചെയ്തതാണ് നീ പറയുന്നത്? പൗരുഷം കൊണ്ട് ആജ്ഞാശക്തി കൊണ്ട് ഞാൻ ഭൂമിയൊക്കെ അടക്കി വാണു. ഒരു മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയുന്ന എല്ലാ സുഖങ്ങളും ഞാൻ സൂക്ഷ്മമായി അനുഭവിക്കുകയും ചെയ്തു. നല്ലവണ്ണം അധ്യയനം ചെയ്തു, ധാരാളം ദാനം ചെയ്തു. സ്വധർമ്മം നോക്കുന്ന രാജാക്കന്മാർക്ക് എപ്രകാരമുള്ള മരണമാണോ ശ്രേഷ്ഠമായി കണക്കാക്കുന്നത്, അപ്രകാരമുള്ള ഒരു അന്ത്യം എനിക്ക് ലഭിച്ചു. ശത്രുവിനോട് ധീരമായി പോരാടി ഞാൻ പതിച്ചു. ഇത്ര ഉത്തമമായ ഒരു അന്ത്യം ഏത് രാജാവിനുണ്ടാകും? കൃഷ്ണ, ഞാൻ എൻ്റെ സുഹൃത്ത് സഹോദരന്മാരോടുകൂടി സ്വർഗത്തിൽ സുഖിക്കും. നിങ്ങളെല്ലാം ആശ കെട്ട് ദുഃഖിച്ച് നാളുകൾ കഴിച്ചു കൂട്ടും. ധീരനായ സുയോധനൻ ഇത് പറഞ്ഞു തീർന്നപ്പോൾ ആകാശത്തിൽ നിന്ന് സുഗന്ധപുഷ്പങ്ങൾ അവൻ്റെ മേൽ വർഷിക്കപ്പെട്ടു. പരിമളം പരത്തുന്ന മാരുതൻ വീശി. ദേവന്മാർ വാദ്യാഘോഷങ്ങൾ മുഴക്കി. അപ്സരസുകൾ ദുര്യോധനനെ പ്രകീർത്തിച്ച് പാട്ടുപാടി നൃത്തം ചെയ്യുക വരെ ചെയ്തു. വാനിലും വിണ്ണിലും പ്രകാശം പരന്നു. ദുര്യോധനനെ ദേവകൾ പൂജിച്ചത് കണ്ട് പാണ്ഡവന്മാർ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. ഭീഷ്മനെയും ദ്രോണനെയും കർണനെയും ഭൂരിശ്രവസനെയും അധർമ്മത്താൽ കൊന്നതായി ദുര്യോധനൻ പറഞ്ഞത് കേട്ട് അവർ ആർത്തരായി മാറി. യുധിഷ്ഠിരാദികൾ പാരാവശ്യവും ദുഃഖവും കണ്ടപ്പോൾ അവരോട് സഹതാപമാണ് കൃഷ്ണനുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ചതിയാലല്ലോ നിങ്ങൾ ഈ ശത്രുക്കളെ കൊന്നതെന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. ഭീഷ്മ ദ്രോണാദികളെ ന്യായമായ പോരിൽ കൊല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഗദാപാണിയായ ഈ ധാർത്തരാഷ്ട്രന്മാരെ ധർമ്മയുദ്ധത്തിൽ നിങ്ങൾക്കാർക്കും ജയിക്കുവാൻ കഴിയില്ല. തന്മൂലം നാനാവിധത്തിലുള്ള ഉപായങ്ങൾ പ്രയോഗിച്ച് നിങ്ങളുടെ ഹിതത്തിനു വേണ്ടി ഞാൻ അവരെയെല്ലാം കൊല്ലിച്ചതാണ്. ഈ കൗട്ടില്യം ഞാൻ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ ജയം, എവിടെ രാജ്യം, എവിടെ ധനം? വമ്പന്മാരായ പല ശത്രുക്കളും ഉപായം കൊണ്ട് വധിക്കപ്പെട്ടവരാണ്. ഇത് പണ്ട് ദേവകൾ ദാനവരെ കൊല്ലുവാൻ സ്വീകരിച്ച മാർഗമാണ്. സജ്ജനങ്ങൾ പോകുന്ന വഴിയെ ഏവരും പോകുന്നു. അങ്ങനെ നാം വൃഥാർത്ഥരായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വൈക്ലബ്ബം വെടിയുക. ദുഃഖിക്കുവാനുള്ള അവസരമല്ല ഇത്. നരേന്ദ്രന്മാരെ, നമുക്ക് ശിബിരങ്ങളിലേക്ക് പോയി വിശ്രമിക്കാം. വരൂ. വാസുദേവൻ തൻ്റെ പാഞ്ചജന്യം മുഴക്കി. അത് കേട്ടപ്പോൾ എല്ലാവരും ഉത്സാഹഭരിതരായി. പാണ്ഡവന്മാരോട് ചേർന്ന് പാഞ്ചാലരും ഹർഷപുളകം കൊണ്ടു. അവർ ശംഖു വിളിച്ചും ഭേരീനാഥം മുഴക്കിയും അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. കൃഷ്ണനും പാണ്ഡവരും കൂടി കൈനിലകളിലേക്ക് തിരിച്ചു. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവർ അവരെ പിന്തുടർന്നു. കൈനിലയിലെത്തിയപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഹേ ബൽഗുണ, ഗാണ്ഡീയവും അക്ഷയവുമായ ആവനാഴിയും എടുത്തുകൊണ്ട് നീ ആദ്യമായി തേരിൽ നിന്നിറങ്ങുക. പിന്നീട് ഞാൻ ഇറങ്ങിക്കൊള്ളാം. അർജുനൻ അപ്രകാരം ചെയ്തു. പിന്നീട് മാധവൻ കുതിരകളുടെ കടിഞ്ഞാൺ വിട്ട് തേരിൽ നിന്നിറങ്ങി. മഹാത്മാവായ സർവഭൂതേശൻ ഇറങ്ങിയപ്പോൾ ഗാണ്ഡീവധാരിയുടെ ദിവ്യമായ കപിധ്വജം മറഞ്ഞു. തുടർന്ന് പാർത്ഥരഥൻ കത്തി ഭസ്മമായി ഭൂമിയിൽ പതിച്ചു. ഇത് കണ്ട് പാണ്ഡവന്മാർ അത്ഭുത പരതന്ത്രരായി. അർജുനൻ കൈവോപ്പി നമിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഗോവിന്ദ, എന്താണ് ഈ തേർ കത്തുവാൻ കാരണം? ഇതെന്ത് മഹാത്ഭുതമാണ്? വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇത് പല മഹാസ്ത്രങ്ങളേറ്റ വെന്തതാണ്. എന്നാൽ ഞാനിതിൽ ഇരുന്നത് കൊണ്ട് പോരിനിടയിൽ തകരാതിരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വിടുകയും എൻ്റെ കർമ്മം തീരുകയും ചെയ്തതുകൊണ്ടാണ് ഇത് വെന്ത് തകർന്നത്. അതിനുശേഷം എല്ലാവരും കൂടി കൗരവരുടെ കൈനിലകളിൽ പ്രവേശിച്ചു. അവിടെ എല്ലായിടവും ശൂന്യമായി കിടന്നിരുന്നു. ദുര്യോധനന്റെ കൈനിലകളിൽ ധാരാളം സ്വർണവും വെള്ളിയും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. അവർ അതെല്ലാം എടുത്തു. അതിനുശേഷം വിശ്രമിക്കുവാൻ ഒരുമ്പിട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് നാം ആരും ശിബിരങ്ങളിൽ വിശ്രമിക്കേണ്ട. നമുക്ക് പുറത്തേക്ക് പോകാം, അതാണ് നല്ലത്. പാണ്ഡവന്മാരും സാത്വികയും കൃഷ്ണനും കൂടി ഒരു ഓഖാവതി എന്ന പുഴയുടെ നാമനിർദ്ദേശമുള്ള തീരത്തേക്ക് പോയി. ആ രാത്രിയിൽ അവിടെ പാർക്കുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. എല്ലാം മംഗളകരമായി കലാശിക്കുകയും ചെയ്തു. എങ്കിലും ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും കാര്യമോർക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു. ഗാന്ധാരി മാതാവ് വലിയ തപസ്വിനിയാണ്. നമ്മയൊക്കെ കേവല സ്മരണ കൊണ്ട് മാത്രം ദഹിപ്പിക്കത്തക്ക തപശക്തി അവർക്കുണ്ട്. ദുര്യോധനെ അധർമ്മമായിട്ടാണ് ഭീമൻ കൊന്നതെന്ന് അവർ അറിയുമ്പോൾ പുത്രശോകാർത്ഥിയായ ആ തപസ്വിനി ഞങ്ങളെ ശപിക്കും. അങ്ങനെ സംഭവിച്ചാൽ ചെയ്തിടത്തോളം സാഹസങ്ങളൊക്കെ വിഫലമായി തീരുകയില്ലേ? അതുകൊണ്ട് അങ്ങ് തന്നെ ഹസ്തനപുരിയിൽ പോയി ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും സമാധാനിപ്പിക്കാം. കൃഷ്ണൻ ഉടൻ തന്നെ ദാരുകനെ വിളിച്ച് രഥം തയ്യാറാക്കുവാൻ പറഞ്ഞു. ദാരുകൻ രഥം പൂട്ടിയൊരുക്കി. ഭഗവാൻ വായുവേഗത്തിൽ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു. രാജവീതിയിൽ കൂടി കൃഷ്ണൻ ഒറ്റയ്ക്ക് തേരിൽ വരുന്ന വിവരമറിഞ്ഞപ്പോൾ ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിന്നു. അരമനയിലെത്തിയ കൃഷ്ണൻ ധൃതരാഷ്ട്രൻ മഹാരാജാവിനെ കാണുകയും ചെയ്തു.
അപ്പോൾ ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിയും വേദവ്യാസനും അവിടെ ഇരിക്കുന്നതാണ് ഭഗവാൻ കണ്ടത്. കൃഷ്ണൻ 3 പേരെയും വണങ്ങി. കുശല പ്രശ്നത്തിനൊന്നും ഒരുങ്ങിയില്ല. വേഗത്തിൽ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, മഹാരാജാവേ, ധർമ്മം വിജയിച്ചിരിക്കുന്നു. പലരും അങ്ങയെ ധർമ്മം ഉപദേശിച്ചു. ഞാൻ പാണ്ഡവർക്ക് വേണ്ടി 5 ഗ്രാമങ്ങളിലും നൽകണമെന്ന് യാചിച്ചു. എന്നാൽ അങ്ങയ്ക്ക് അതുപോലും കേൾക്കുവാൻ തോന്നിയില്ല. യുദ്ധം ഒഴിവാക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തി. പാർത്ഥന്മാർ കുലരക്ഷയും ക്ഷാത്രനാശവും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അവർ യത്നിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. എല്ലാം കാലാശക്തിയുടെ വൈചിത്ര്യമെന്നേ പറയുവാനുള്ളൂ. എല്ലാം ചെയ്തതും ചെയ്യിക്കുന്നതും കാലമാണ്. അതിനാരെയും പഴിക്കുന്നതും കാര്യമില്ല. ആകയാൽ പാണ്ഡവപുത്രന്മാരിൽ അങ്ങ് ചെറ്റുദോഷം ചിന്തിക്കരുത്. അവരെ വെറുക്കരുത്. അവർ അങ്ങയെ ഇപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങക്കിനിയും പുത്രകാര്യങ്ങൾ സാധിക്കേണ്ടത് പാണ്ഡവരിൽ കൂടിയാണ്. അങ്ങയുടെയും ഗാന്ധാരി മാതാവിൻ്റെയും കാര്യം ഓർത്തിട്ട് അവർക്കൊരു സമാധാനവുമില്ല. പുത്രശോകാർത്ഥയായ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അങ്ങേ വലുതായ ലജ്ജ കൊണ്ട് അവർക്ക് വന്ന് കാണാത്തതാണ്. ധൃതരാഷ്ട്രനോട് ഇപ്രകാരം പറഞ്ഞിട്ട് കേശവൻ ശോകാർത്ഥയായ ഗാന്ധാരി ദേവിയോട് പറഞ്ഞു, ഹേ സുമിത്രേ, ദേവിയെപ്പോലെ ഈ ലോകത്തിൽ മറ്റൊരു സീമന്തിനിയുമില്ല. അന്നെൻ്റെ മുമ്പിൽ എന്നെ സഭയിൽ വെച്ച് ജയാർത്ഥിയായ ദുര്യോധനോട് മുറുക്കേ, നീ എൻ്റെ വാക്കുകൾ കേൾക്കൂ, ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതോർത്ത് ശോകത്തിൽ മനസ്സ് വയ്ക്കരുത്. പാണ്ഡവന്മാരുടെ നാശത്തിന് ചിന്തിക്കരുത്. ഹേ മഹാഭാഗോ, ചരാചരത്തോടൊപ്പം ഈ ഭാരിടം തപോബലം കൊണ്ട് ക്രോധദീപ്തമായ നോട്ടത്താൽ ദഹിപ്പിച്ചു കളയുവാൻ അവിടുന്ന് ശക്തയാണ്. വാസുദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗാന്ധാരി പറഞ്ഞു, കൃഷ്ണ, ഭവാൻ പറഞ്ഞത് ശരിയാണ്. ആദി കൊണ്ട് എൻ്റെ ബുദ്ധി അല്പം ചലിച്ചു. അത് അങ്ങയുടെ വാങ്ങുകളിൽ കേട്ട് വീണ്ടും ഉറച്ചു. അന്ധനും വൃദ്ധനും പുത്രന്മാരെല്ലാം മരിച്ചവനുമായ രാജാവിന് വീരപാണ്ഡവന്മാരും അങ്ങും മാത്രമാണിപ്പോൾ ശരണമായിട്ടുള്ളത്. ഗാന്ധാരി ചേല കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞ്. കേശവൻ വീണ്ടും പല സ്വാന്തന വാക്കുകളും പറഞ്ഞ് അവരെയും ധൃതരാഷ്ട്രരെയും ആശ്വസിപ്പിച്ചു. ശരീരം ആസകലം പൊടിയണഞ്ഞ് ചോരയിൽ കുളിച്ച് പടക്കളത്തിൽ കിടക്കുന്ന ദുര്യോധനൻ വേദന കൊണ്ട് പുളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സഞ്ജയൻ അവിടെ വന്നത്. പഴയ കാര്യങ്ങൾ പലതും ദുര്യോധനന്റെ ഓർമ്മയിൽ എത്തിച്ചു. അവൻ പറഞ്ഞു, 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രാജാക്കന്മാരെല്ലാം അടക്കി ഭരിച്ച ഞാനിതാ നിലത്ത് കിടന്ന് ഉരുളുന്നു. എൻ്റെ കൽപ്പനയെ മുഴുവൻ ലോകം മാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഞാൻ ഏകനായി അനാഥനെ പോലെ കഴിയുന്നു. എങ്കിലും ഞാൻ എന്തിനു ദുഃഖിക്കണം? ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. യുദ്ധത്തിൽ തോറ്റിട്ടും ഞാൻ ശത്രുവിൻ്റെ ദാസ്യമേറ്റില്ല. ക്ഷത്രിയധർമ്മം അനുസരിച്ച് ഞാൻ യുദ്ധം ചെയ്തു തന്നെ മരിക്കുന്നു. ഏതൊരാൾക്കാണ് എന്നെപ്പോലെ ഉത്തമമായ അദ്യമുണ്ടാകുക? ഞാൻ അപമാനമേറ്റവനല്ല, അങ്ങനെയുമല്ല തോറ്റത്. എൻ്റെ ധർമ്മം തെറ്റിച്ച് ചതിച്ചാണ് വർഗോദരൻ വീഴ്ത്തിയത്. ചതിയന്മാരായ പാണ്ഡവരെ ഇനി ആര് വിശ്വസിക്കും? ഇപ്രകാരം പലതും പറഞ്ഞ് വിലപിച്ച് കണ്ണുനീർ വാഴ്ത്തുകൊണ്ടിരുന്ന ദുര്യോധനന്റെ മുമ്പാകെ അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും എത്തി. ദുര്യോധനൻ അവരെ കണ്ടപ്പോൾ തലയുയർത്തി വളരെ സാഹസപ്പെട്ട് കൈകുത്തി ചാടി എഴുന്നേറ്റ്. ദുര്യോധനന്റെ ശോചനീയമായ അവസ്ഥ കണ്ട് എല്ലാവരും വ്യസനിച്ചു. അശ്വത്ഥാമാവിനത് തീരെ താങ്ങുവാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ പിതാവായ ദ്രോണൻ മരിച്ചപ്പോൾ പോലും തനിക്ക് ഇത്രയും വ്യസനമുണ്ടായില്ലെന്ന് അവൻ പറഞ്ഞു. ദ്രൗണി പ്രളയാഗ്നി പോലെ ജ്വലിച്ചു. ക്രോധാവേശത്തോടെ ഇരുകൈകളും കൂട്ടി ഞെരിച്ചുകൊണ്ട് ഇടർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, ദുര്യോധന, പാഞ്ചാലന്മാരെ ഒട്ടുകം കൃഷ്ണൻ കണ്ടു നിൽക്കെ സർവ്വ ഉപായവും പ്രയോഗിച്ച് ഒടുക്കി ഞാൻ അന്ധകാലനായി തീരെ എത്തിക്കുന്നുണ്ട്. ഹേ മഹാരാജാവേ, അങ്ങെനിക്ക് സമ്മതം തന്നാലും. ജലം നിറച്ചൊരു കുടം കൊണ്ടുവരുവാൻ ദുര്യോധനൻ കൃപാചാര്യനോട് പറഞ്ഞു. കൃപൻ ജലം കൊണ്ടുവന്നു. ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ ആജ്ഞയാൽ ദ്രോണപുത്രനെ സേനാനിയായി അഭിഷേകം കഴിക്കുക. ക്ഷാത്രധർമ്മത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണൻ പൊരുതണമെങ്കിൽ വിശേഷിച്ചും രാജകൽപ്പന വേണമെന്നാണല്ലോ ധർമ്മജ്ഞന്മാർ പറയുന്നത്. രാജാവിൻ്റെ വാക്ക് കേട്ടയുടനെ കൃപൻ ദ്രൗണിയെ സേനാപതിയാക്കി അഭിഷേകിപ്പിച്ചു. അക്ഷൗഹിണി എന്നല്ല, ഒറ്റ കാലാൽ പോലുമില്ലാതെ ദുര്യോധനന്റെ സേനാധിപതിയായി അഭിഷേകിതനായ അശ്വത്ഥാമാവ് ദുര്യോധനനെ സ്നേഹപുരസ്കരം തഴുകി. അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും സിംഹനാദം മുഴക്കിക്കൊണ്ട് അവിടം വിടുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം ശല്യപർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം സൗഭത്തിക പർവമാണ്. തുടരും.